വിളിച്ചവനുടെ ഗുണങ്ങൾ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്തതാം വിശുദ്ധ വംശമേ, വിളിച്ചവനുടെ ഗുണങ്ങൾ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്തതാം വിശുദ്ധ വംശമേ, ജയപ്രഭുവിന്റെ കൃപ ലഭിച്ചതാൽ ജയത്തിൻ ഘോഷങ്ങൾ മുഴക്കിടാം. ജയപ്രഭുവിന്റെ കൃപ ലഭിച്ചതാൽ ജയത്തിൻ ഘോഷങ്ങൾ മുഴക്കിടാം. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ ദൈവജനമേ, സ്തുതികളിന്മേൽ വസിക്കും പ്രിയനേ അനുദിന. രാത്രിയുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ വചനം പ്രസംഗിക്കുവാൻ എനിക്ക് ദൈവം ശക്തി തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും എന്നെ കാണാൻ പറ്റുന്നില്ലെങ്കിലും എന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുവെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ നല്ല നന്ദി വാചകങ്ങളൊക്കെ പറഞ്ഞതിൽ ഞാനും നന്ദി പറയുന്നു. വിശേഷാൽ ഞങ്ങളുടെ സെമിനാരിയിലെ ഒരു നല്ല അധ്യാപകനാണ് തോമസ് മാത്യു സാറ്, അദ്ദേഹത്തിന്റെ അനുജൻ. അദ്ദേഹത്തെ കാണുവാനിടയായതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനും തോമസ് മാത്യു സാറും ഒന്നിച്ചാണ് കുറെ കാലം താമസിച്ചിരുന്നത്, താഴെയും മേളിലുമായിട്ട്. അന്നാണ് ഞങ്ങൾ കുറെ കൂടെ ആഴമായി ബന്ധപ്പെടുവാനും ആ വീടുമായിട്ടും പിതാവ് സുഖമില്ലാതെ കിടന്ന സമയത്തും ഒക്കെ പ്രാർത്ഥിപ്പാനും ഒക്കെ ഇടയായി. ദൈവം ഇത്രത്തോളം ആ കുടുംബത്തെ മാനിച്ച് ഈ രാജ്യത്ത് കൊണ്ട് എത്തിച്ചതോർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് ഇന്ന് രാത്രി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും സ്വർഗത്തിൽ പ്രതിഫലം തരട്ടെ. അവിടെ വെച്ച് നമ്മൾ ഒരു ദിവസം കാണും. നമ്മൾ കാണിക്കുന്ന ദൈവസ്നേഹത്തിനെല്ലാം അവിടെ വെച്ച് നമ്മൾ പ്രതിഫലം പ്രാപിക്കും. ഇവിടെ വാങ്ങിയവരും ഒക്കെ മറന്നുപോയാലും ഇത് മറക്കാത്ത ഒരുവൻ സ്വർഗത്തിലുണ്ട്. ആ ദൈവം നമുക്ക് തക്ക സമയത്ത് നമ്മളെ മാനിച്ചുയർത്തുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ ചിന്തയ്ക്ക് ആധാരമായിട്ട് എടുക്കുന്നു. പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 10-11. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാള് ഇടറിപ്പോകത്തില്ല. 2, തന്റെ നിത്യരാജ്യത്തിലേക്ക് ഉള്ള പ്രവേശനം ഈസി ആയിരിക്കും, എളുപ്പമായിരിക്കും, പ്രയാസമില്ലാതെ കടക്കാം. ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ചെയ്താൽ മേക്ക് ഷുവർ യുവർ എലക്ഷൻ ആൻഡ് യുവർ കോളിംഗ്, നിങ്ങളുടെ വിളിയും നിങ്ങളുടെ തെരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പാക്കണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉറപ്പാക്കി യാത്ര ചെയ്യുന്നവരാ. നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ ഇൻഷുറൻസ്, മറ്റു കാര്യങ്ങള്, നമ്മുടെ ഫോൺ ബില്ല്, ഒരുപാട് കാര്യങ്ങൾ, ഇവൻ നമ്മുടെ ഫിസിക്കൽ ചെക്കപ്പ് പോലും നമ്മൾ മിക്കവാറും ഒക്കെ ഒന്ന് ഉറപ്പാക്കി. ഡയബറ്റീസ് മേലോട്ട് പോകുന്നുണ്ടോ താഴോട്ട് കുറയുന്നുണ്ടോ, ഇതെല്ലാം ചെക്ക് ചെയ്ത് പോകുന്നവരാ. ഇതിനേക്കാളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഇടറിപ്പോകാതിരിക്കണമെങ്കിൽ, ആ രാജ്യത്തിൽ വളരെ ഈസിയായി പ്രവേശിക്കണമെങ്കിൽ നിങ്ങളുടെ വിളിയും നിങ്ങളുടെ തെരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പാക്കണം. ഇവിടെ ചിന്തിക്കാനാണെങ്കിൽ നമ്മളൊരു പഠനമാണല്ലോ, അല്പശാന്തമായി കേൾക്കുക. എന്താ വിളി, എന്താ തെരഞ്ഞെടുപ്പ്? രണ്ടും ഒരേ അർത്ഥമല്ലേ? വിളി, തെരഞ്ഞെടുപ്പ്, ഇതിന് വലിയ അർത്ഥവ്യത്യാസങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും ഇത് 2 കാലങ്ങളിൽ സംഭവിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പിനൊരു സമയം പറയാൻ പറ്റത്തില്ല. ബൈബിൾ പറയുന്നു, നിന്നെ ഞാൻ തെരഞ്ഞെടുത്തത് നീ ഉണ്ടാകുന്നതിന് മുൻപേ അല്ല, ഈ ലോകം ഉണ്ടാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരുന്നതാ. നീ അത് അറിഞ്ഞത് ഞാൻ നിന്നെ വിളിച്ചപ്പോഴാണ്. മനസ്സിലായോ ദൈവമക്കളെ? എന്നെ ദൈവം തെരഞ്ഞെടുത്തത് ഇന്നലെയോ കഴിഞ്ഞ വർഷമോ ഒന്നുമല്ല. ഞാൻ എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ, ഞാൻ ഈ ലോകത്തിൽ നിന്ന് പുറത്തു വന്നപ്പോഴാണ് എന്റെ മുഖം എന്റെ അമ്മ കണ്ടത്. എന്നാൽ ലോകം ഉണ്ടാകുന്നതിന് മുൻപേ ഈ രൂപം ദൈവത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് അന്നേ ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾ ഉറപ്പാക്കണം. 2, നിങ്ങളെ വിളിച്ചത്, അതിനൊരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് നിങ്ങൾ ഉറപ്പാക്കണം. ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ മുമ്പോട്ട് ചിന്തിക്കുമ്പോൾ, ആരാ എന്നെ വിളിച്ചത്, എന്തിനാ എന്നെ വിളിച്ചത്, എവിടുന്നാ എന്നെ വിളിച്ചത്, എവിടേക്കാ എന്നെ വിളിച്ചത്? ഈ 4 ചിന്തകൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ധന്യരായിത്തീരും. എന്നെ ആര് വിളിച്ചു, എന്നെ എവിടെ നിന്ന് വിളിച്ചു,
എന്നെ എന്തിനു വിളിച്ചു, എന്നെ എവിടേക്ക് വിളിച്ചു? ഈ 4 ചോദ്യങ്ങൾ ഇട്ടുകൊണ്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇതിന്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഇടയാകുന്നത്. ദൈവത്തിന്റെ വിളിയെ നമ്മൾ 2ആയിട്ട് വേണമെങ്കിൽ തരംതിരിക്കാം. ദൈവം ഡയറക്റ്റ് നമ്മളെ വിളിക്കാറുണ്ട്, ദൈവം ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെ വിളിക്കാറുണ്ട്. എല്ലാവരെയും ദൈവം ഡയറക്റ്റ് വിളിക്കണമെന്നില്ല, അങ്ങനെ ഒരു വാശി ഉണ്ടാകാനും പാടില്ല. ചിലപ്പോൾ ദൈവം നമ്മളെ വിളിക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കാം. ഞാൻ ഉദാഹരണങ്ങൾ തരാം. ദൈവം മോശയെ വിളിക്കുന്നത് മുൾപ്പടർപ്പിൽ ഇറങ്ങി വന്ന് മോശെ മോശെ എന്ന് അവന്റെ പേര് ചൊല്ലി വിളിക്കുക. ആ വിളി മോശ തിരിച്ചറിഞ്ഞു. നമ്മളെ പലപ്പോഴും ദൈവം വിളിക്കുമ്പോൾ ആ വിളി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, തിരിച്ചറിയുന്നില്ല. അത് നമുക്ക് വലിയ അപകടമാണ്. നമ്മൾ വിളി തിരിച്ചറിയാതിരിക്കുമ്പോൾ ഇനി തിരിച്ചറിഞ്ഞിട്ടും രക്ഷപ്പെടാൻ നോക്കുന്നവരുണ്ട്. മോശ ദൈവമാ വിളിച്ചെന്ന് അറിഞ്ഞിട്ടും ഓടി രക്ഷപ്പെടാൻ നോക്കുക. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ഇവിടെ മോശയെ ദൈവം ഡയറക്റ്റ് വിളിക്കുന്നു. പക്ഷേ മോശയ്ക്ക് ശേഷം ഇസ്രായേലിലെ നേതാവായി മാറിയ ജോഷുവായെ ദൈവം ഡയറക്റ്റ് അല്ല വിളിക്കുന്നത്, ഇൻഡയറക്റ്റ്. മോശയോട് പറയുന്നു ജോഷുവായെ വിളിക്കും. ശമൂവേലിനെ ദൈവം ഡയറക്റ്റ് വിളിക്കുന്നു, ശമൂവേൽ ശമൂവേൽ. പക്ഷേ ഇസ്രായേലിലെ 2ാമത്തെ രാജാവും 1ാമത്തെ രാജാവും ശൗലും ദാവീദിനെയും ഒക്കെ വിളിക്കുന്നത് ഡയറക്റ്റ് അല്ല. ശമൂവേലിനോട് പറയുക, തൈലപാത്രത്തിൽ തൈലം നിറയ്ക്ക്, തൈലക്കൊമ്പിൽ തൈലം നിറയ്ക്ക്, പോയി ഇശായിയുടെ വീട്ടിൽ നിന്ന് ഒരുവനെ എനിക്കായിട്ട് അഭിഷേകം ചെയ്യ്. ദാവീദിനെ നേരിട്ട് വിളിച്ചില്ല, എന്നാൽ ദാവീദിനെ ശമൂവേലിൽ കൂടെ വിളിച്ചു. ഇന്നും ദൈവം വിളിക്കുന്നുണ്ട്. പലരെയും നേരിട്ട് വിളിക്കുന്നു, മറ്റു പലരെയും മുഖാന്തരങ്ങളിലൂടെ വിളിക്കുന്നു. പക്ഷെ നമ്മുടെ വിഷയം, ദൈവം ഒരാളെ വിളിച്ചാൽ അവൻ തിരിച്ചറിയുന്നിടം വരെ വിളിച്ചോണ്ടിരിക്കും. ദൈവത്തിന് ഒരു കാര്യം ഉറപ്പുവരുത്തണം, ഞാനാ നിന്നെ വിളിച്ചേ. ഏലിയുടെ വീട്ടിലാ കിടന്ന് ഉറങ്ങുന്നത് ശമൂവേൽ. പക്ഷെ രാത്രി ദൈവം വന്ന് വിളിക്കുന്നു, ശമൂവേൽ ശമൂവേൽ. അവൻ ആ വിളി തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയാതെ അവൻ ഓടിച്ചെന്ന് ഏലിയോട് ചോദിക്കുന്നു, നീ എന്നെ വിളിച്ചോ? അവൻ പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ല. വീണ്ടും പോയി കിടന്ന് ഉറങ്ങുക. വീണ്ടും യഹോവയായ ദൈവം ഇറങ്ങി വന്നു നിന്നു, ശമൂവേൽ ശമൂവേൽ. അവൻ ഉണരുന്നു. ഓടിച്ചെന്ന് ഏലിയോട് ചോദിക്കുന്നു, നീ എന്നെ വിളിച്ചോ? ഏലി പറയുന്നു, ഇല്ല, ഉറങ്ങ്. വീണ്ടും ദൈവം, എന്തോ മെനക്കേടാ, നിങ്ങൾ വിളിക്കുമോ? 2ഓ 3ഓ പ്രാവശ്യം വിളിച്ചിട്ട് നിങ്ങളെ ശബ്ദം തിരിച്ചറിയാത്ത ഒരാളെ പിന്നെ മെനക്കെടാൻ പോകുമോ? പക്ഷെ മെനക്കെടാൻ സ്വർഗം തയ്യാറായി. സ്വർഗത്തിന് ഒരു കാര്യം ഉറപ്പുവരുത്തണം, ഞാനാ നിന്നെ വിളിച്ചേ. ലോകം മുഴുവൻ ഇളകിയാലും നിനക്കിനി പുറകോട്ട് പോകാൻ പറ്റത്തില്ല, ഞാനാ നിന്നെ വിളിച്ചേ. ഈ വിളി തിരിച്ചറിയാൻ തക്കവണ്ണം ദൈവം വീണ്ടും വീണ്ടും ഇറങ്ങി വന്ന് ശമൂവേലിനെ വിളിക്കുക. 4ാം പ്രാവശ്യം 3 പ്രാവശ്യം കഴിയുമ്പോഴും ഏലി കണ്ണുമങ്ങിയെങ്കിലും പുള്ളിക്ക് അല്പ ഒരു വിവരമുണ്ട്. എടാ, ഇങ്ങനെ തുറമാനം വിളിക്കണമെങ്കിൽ അത് ഇവിടെ ആരുമല്ല. ഇങ്ങനെ തുറമാനം വിളിക്കുന്ന ഒരുവനേ ഉള്ളൂ, അത് സർവശക്തനായ ദൈവം. നീ ഇനിയും അവൻ വിളിച്ചാൽ പ്രതികരിക്കണം. ദൈവത്തിന്റെ വിളിയോട് പ്രതികരിക്കണം. പ്രതികരിക്കുമ്പോഴേ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. പ്രതികരിക്കാത്ത ആരോടും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. മറിയയോട് ദൂതൻ ഇടപെട്ടു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, നിനക്കൊരു പുരുഷ പ്രജ ഉണ്ടാകും. എന്നിട്ട് ദൂതൻ മിണ്ടാതിരിക്കുക, മറിയ മിണ്ടാതിരിക്കുക. ഇനി ദൂതന് പോകണമെങ്കിൽ മറിയ പ്രതികരിക്കണം. മറിയ പ്രതികരിച്ചാലേ ദൂതന് പോകാൻ പറ്റും. പക്ഷെ മറിയ പ്രതികരിക്കുന്നില്ല. ദൂതിന്റെ മുൻപിൽ പ്രതികരിക്കുമ്പോഴാണ് ദൂത് വിടുതലായി മാറുന്നത്. എന്നാൽ മറിയ പ്രതികരിച്ചു, ഞാൻ കർത്താവിന്റെ ദാസി, ഇപ്പോൾ പറഞ്ഞ ദൂത് എന്നിൽ നടക്കട്ടെ. നിങ്ങൾക്കറിയാമോ, ആ നിമിഷം മുതൽ ഒരു കുഞ്ഞുരുവാകാൻ തുടങ്ങി. ഏത് നിമിഷം മുതൽ? ദൂത് ഏറ്റെടുത്തപ്പോൾ മുതൽ. എവിടെ വെച്ച് ദൈവം ഇടപെടുന്നോ അവിടെ വെച്ച് ഏറ്റെടുത്തോണം. പിന്നെ കരയാമെന്ന് വിചാരിക്കരുത്. ആലയത്തിൽ വെച്ച് ദൈവത്തിന്റെ അഭിഷക്തൻ വചനം തുറക്കുമ്പോൾ നിന്നോടായി ഇടപെടുന്ന ദൂതിനോട് മുമ്പിൽ നീ അന്നേരം ഏറ്റെടുത്താൽ അപ്പോൾ തന്നെ വിടുതൽ നടക്കുക, അപ്പോൾ തന്നെ ദൈവപ്രവൃത്തി നടക്കുക. പിന്നീട് കരയാമെന്ന് വിചാരിക്കരുത്. എവിടെ വെച്ച് ദൈവം ഇടപെടുന്നോ അവിടെ വെച്ച് കരയുക. നമുക്കറിയാമല്ലോ, ഇസ്രായേൽ മക്കൾ, അവരോട് പ്രവാചകന്മാർ വന്ന് ശക്തമായി ദൂത് പറഞ്ഞു, ഈ ദേവാലയം തകരപ്പെടും, നിങ്ങൾ അടിമകളായി പോകും, നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ മടങ്ങി വരണം. കുറുപ്രാവും മീവൽ പക്ഷിയും കൊക്കും പെരിഞ്ഞാറയും മടങ്ങിവരവിന്റെ കാലമറിയുന്നു. ആ ജനം എന്ത് ചെയ്തെന്നറിയാമോ? പൊട്ടിച്ചിരിച്ചു. പ്രവാചകനെ പിടിച്ച് പൊട്ടക്കുഴിയിലിട്ടു. പക്ഷെ എന്താ സംഭവിച്ചത്? ദൂതിന്റെ മുമ്പിൽ അവർ കരഞ്ഞില്ല, പ്രതികരിച്ചില്ല.
അവർ അതിനെ പരിഹസിച്ചതിന്റെ ഫലമായി ബാബേൽ രാജാവ് വന്ന് ദേവാലയം ഇടിച്ചു. അവരെ കൊണ്ടുപോയി പ്രവാസികളായി പാർപ്പിച്ചു. നിങ്ങൾക്കറിയാമോ, ബാബേൽ നദിയുടെ തീരത്തിരുന്നു കൊണ്ട് അലരി വൃക്ഷങ്ങളിൽ അവരുടെ കിന്നരങ്ങൾ ഇട്ടിട്ട് അവർ ഇപ്പോൾ വിലപിച്ച് കരയുക. എന്നാൽ ആ ജനത്തോട് അപ്പോൾ ദൈവം പറയുന്ന ഇതാണ്: നിങ്ങൾ ഇവിടെ അല്ലായിരുന്നു കരയേണ്ടത്. അന്ന് എന്റെ ദാസനെ ഞാൻ വിട്ട് നിന്നോട് ദൂത് പറഞ്ഞപ്പോൾ അന്ന് അവിടെ കരഞ്ഞിരുന്നെങ്കിൽ നീ ഇവിടെ കരയേണ്ടി വരത്തില്ല. എനിക്കൊരു കാര്യം ഉറപ്പാ, ആലയത്തിനകത്ത് കരയുന്നവൻ വേറൊരുത്ത് കരയേണ്ടി വരത്തില്ല. ദൈവവചനത്തിന് മുമ്പിൽ കരയുന്നവൻ വേറൊരാളുടെ മുമ്പിൽ കരയേണ്ടി വരത്തില്ല. ദൈവം നിന്നോട് ഇടപെടുമ്പോൾ അവിടെ വെച്ച് കരഞ്ഞാൽ നീ മറ്റൊരിടത്ത് പോയി അഹങ്കരിച്ച് സംസാരിക്കരുത്. ഞാനൊരു കാര്യം ഓർക്കുക. കർത്താവ് പത്രോസിനോട് ഒരു ദൂത് പറഞ്ഞു: പത്രോസേ, നീ എന്നെ തള്ളിപ്പറയും. കോഴി കൂകുന്നതിന് മുമ്പ് 2 വട്ടം കൂകുന്നതിന് മുമ്പ് നീ 3 വട്ടം എന്നെ എന്ത് ചെയ്യും? പുള്ളി പറഞ്ഞെന്ന് പറയാം: ഞാനൊരു അഭിഷക്തനാകത്താണ്. ഈ നിൽക്കുന്ന 11 തള്ളിയാലും ഞാൻ എന്ത് ചെയ്തില്ല. നീ ചുമ്മാ എന്നെ നോക്കി ആവശ്യമില്ലാത്ത ദൂത് പറയാനില്ല. ഇടയ്ക്കിടയ്ക്ക് നിനക്ക് ഇങ്ങനെ ബുദ്ധിഭ്രമം ഉണ്ടെന്ന് വീട്ടുകാരൊക്കെ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. ഇപ്പൊ നീ ഒരു ബുദ്ധിഭ്രമം പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു. കർത്താവ് പറയടാ, ഞാനൊരു ദൂത് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ഇവൻ പ്രതികരിച്ചെങ്കിൽ. കർത്താവ് മിണ്ടിയില്ല. പക്ഷേ പത്രോസ് കരഞ്ഞു കോഴി ദൂത് പറഞ്ഞപ്പോ. പിന്നെ അവനോട് ദൂത് പറഞ്ഞ ആരാന്നറിയാമോ? കോഴിയാ. കോഴിയുടെ മുമ്പിൽ കിടന്ന് എന്ത് ചെയ്യുക? ആള് കരയുക. ഇവൻ എവിടെയായിരുന്നു കരയേണ്ടത്? കർത്താവ് ആ ദൂത് പറഞ്ഞപ്പോൾ ഒന്ന് പൊട്ടി കരഞ്ഞിരുന്നെങ്കിൽ കർത്താവ് എന്തെങ്കിലും ഒരു വഴി മാറ്റി വിട്ടേനെ. ഈ സാഹചര്യം ഒന്ന് ഒഴിവാക്കി കൊടുത്തേനെ. അവൻ അവിടെ കരഞ്ഞില്ല, മറ്റൊരിടത്ത് കരഞ്ഞു. എന്റെ ദൈവജനമേ, ദൈവം എവിടെ വെച്ച് ഇടപെടുന്നു അവിടെ വെച്ച് നാം പ്രതികരിക്കാൻ തയ്യാറായാൽ അവിടെ നമുക്ക് വിടുതല. ദൈവത്തിന്റെ വിളിയെ നാം തിരിച്ചറിയുക. ശമൂവേൽ തിരിച്ചറിഞ്ഞു, ശമൂവേൽ പ്രതികരിച്ചു. മോശയെ വിളിച്ചു. മോശെ, ഹോരേബിൽ അമ്മായിയപ്പന്റെ ആടിനെ തീറ്റിക്കൊണ്ടിരിക്കുക. ഈ ആടിനെ തീറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവം ഉൾപ്പടർപ്പിൽ ഇറങ്ങി വന്ന് വിളിക്കുന്നത്. വിളി കേട്ടതും യവൻ പ്രതികരിക്കാൻ തയ്യാറായത് എങ്ങനെയാണെന്നറിയാമോ? ഓടാൻ തുടങ്ങി. പലരും വിളിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഓടുക. കൂടുതൽ ഓടരുത്. യവൻ ഓടാൻ തുടങ്ങിയ ഉടനെ പറഞ്ഞ് ചെരുപ്പം ഊരിയേക്കാൻ പറഞ്ഞു. കാരണം നിൽക്കുന്ന ഇവിടെ മുള്ളിന്റെ അടുക്കല. ഇനി ചെരുപ്പ് ഊരിയത് എന്തിനാ? ഇനി ഓടിയാൽ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ചിലരുടെ അങ്ങ് ഊരിക്കുന്നത്. തമ്പുരാൻ ചില സ്ഥലത്തൊക്കെ കൊണ്ടുവന്ന് നമ്മളെ ചെരുപ്പ് ഊരിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇനി നീ അധികം ഓടരുത്. എന്റെ വിളിയുടെ ഉദ്ദേശം നീ തിരിച്ചറിയണം. അങ്ങനെ ചില സ്ഥാനങ്ങളിൽ നമ്മളെ കൊണ്ടു നിർത്തി ദൈവം വിളിപ്പിക്കുന്ന ദൈവമാണ്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ദൈവത്തിന്റെ വിളിയോട് നാം പ്രതികരിക്കണം. ദൈവമാണ് വിളിക്കുന്നതെന്ന് നാം തിരിച്ചറിയണം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് പോകാം. ദൈവം നമ്മളെ വിളിച്ചാൽ ദൈവമാ വിളിച്ചതെന്ന് നമ്മൾ തിരിച്ചറിയുന്നിടം വരെയും വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മാത്രമല്ല, ദൈവം ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരാളെ തൊടാൻ ഉദ്ദേശിച്ചാൽ ദൈവമാ തൊട്ടതെന്ന് ആ വ്യക്തി അവന്റെ വാ കൊണ്ട് പറയുന്നിടം വരെ ദൈവം തൊട്ടുകൊണ്ടിരിക്കും. അത് എത്ര വട്ടം തൊടും? 100 വട്ടം തൊടണമെങ്കിലും തൊടും. ഞാനൊരു ഉദാഹരണം പറയാം. മണക്കാലയിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഞങ്ങൾ 21 days ഫാസ്റ്റിംഗ് നടക്കുക. അതുവഴി പോയ ഒരു സിസ്റ്ററോട് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ വാ, നമുക്ക് ഉപവാസ പ്രാർത്ഥനയ്ക്ക് കൂടാം. എന്തായാലും എന്റെ ക്ഷണം സ്വീകരിച്ച് അവർ വന്നു. ആ വർഷം ഉപവാസ പ്രാർത്ഥനയിൽ 21 ദിവസവും പങ്കെടുത്തു. ദേവദാസന്മാർ ദൂതൊക്കെ പറഞ്ഞു. അവർക്ക് കുഞ്ഞുങ്ങളില്ല, വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ല. പിറ്റേ വർഷവും മെയ് മാസത്തിൽ ഞങ്ങൾ 21 days ഫാസ്റ്റിംഗ് നടക്കുമ്പോൾ വിളിക്കാതെ തന്നെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ വന്നത് ഭർത്താവിനെ കൊണ്ട്. അവൻ അവധിക്ക് വന്നിട്ടുണ്ട്, അബുദാബിയിൽ നിന്ന് അവധിക്ക് വന്നിട്ടുണ്ട്. ഭർത്താവുമായിട്ട് വന്നു. എല്ലാ പാസ്റ്റർമാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. പ്രാർത്ഥന കഴിഞ്ഞു മെയ് മാസത്തിൽ ഉപവാസം കഴിഞ്ഞ് ജൂലൈയില് എനിക്കൊരു ചെറിയ മീറ്റിങ്ങിനായിട്ട് ദുബൈയിലേക്ക് പോകണം. ഞാൻ അതിന് തയ്യാറാകുമ്പോൾ ഈ സിസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ? ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, 2 കുഞ്ഞുങ്ങളുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പലിശ കൂട്ടി തന്നല്ലോ. അല്പനേരത്തേക്ക് വിഷമിച്ചിരിക്കേണ്ടി വന്നാലും ദൈവം പ്രവർത്തിച്ചുള്ള അത്ഭുതം പ്രവർത്തിച്ചല്ലോ. ഇതൊക്കെ പറഞ്ഞെങ്കിലും കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ അരിഞ്ഞാണം കെട്ടാൻ പോയി. മാമോദിസയും കൊണ്ടുപോയി മുക്കി. ദൈവത്തിന്റെ ഒന്നാമത്തെ തൊടൽ അവർ തിരിച്ചറിഞ്ഞില്ല. അന്നെടുത്ത പ്രതിഷ്ഠ വിടുതൽ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്മാറിപ്പോയി. പക്ഷെ ദൈവം വിട്ടില്ല. ഞങ്ങളുമായിട്ടുള്ള കോണ്ടാക്ട് വിട്ടെങ്കിലും, ഞാൻ വിളിക്കാതിരുന്നെങ്കിലും ദൈവം ഇടപെടാൻ തുടങ്ങി. 2ാമത്തെ സന്ദർശനം 2 വർഷം കഴിയുന്നതിന് മുൻപ് ഒരു ഫോൺ കോൾ വീണ്ടും എനിക്ക് വരികയാണ്. എന്റെ മമ്മിക്ക് സുഖമില്ല, പാസ്റ്റർ പ്രാർത്ഥിക്കണം, വേറെ ആരോടും പറയരുത്. ഞാൻ ചോദിച്ചു, എന്താ പറ്റി? പുഷ്പഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ, ബ്രസ്റ്റ് ക്യാൻസർ ആണ്, ഓപ്പറേഷൻ കഴിഞ്ഞു. വീണ്ടും ട്രിവാൻഡ്രത്തേക്ക് ഡോക്ടർമാർ
റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്, അങ്ങോട്ട് പോവുകയാണ്. സഭയിൽ ആ വിഷയം പറഞ്ഞു, പ്രാർത്ഥിച്ചു. സഭ ആ വീട്ടിൽ പ്രാർത്ഥന വെച്ചു. അവർ സമ്പൂർണമായി സമർപ്പിച്ചു. വിടുതൽ തന്നാൽ ഞങ്ങൾ കർത്താവിന് വേണ്ടി ഇറങ്ങാം. എന്നാൽ മാതാവിന് കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞെങ്കിലും ആരോഗ്യവതിയായിരുന്നു. മരുമകൻ അബുദാബിയിൽ നിന്ന് ഒറ്റ മകളെ ഉള്ളൂ, പിതാവില്ല. ശുശ്രൂഷിപ്പാനായിട്ട് വന്നു. ശുശ്രൂഷയൊക്കെ നടക്കുക. സ്നാനപ്പെടാൻ ഡേറ്റ് കൊടുത്തു. പക്ഷെ അന്ന് അവരാരും ആരാധനയ്ക്ക് വന്നില്ല. വീണ്ടും പിന്തിരിഞ്ഞു മാറാൻ തുടങ്ങി. ദൈവത്തിന്റെ രണ്ടാമത്തെ തൊടലും അവർ തിരിച്ചറിയാതിരുന്നു. വീണ്ടും ഈ സ്നാനപ്പെടാൻ കൊടുത്ത ഡേറ്റിന്റെ അന്ന് അവർ ആരാധനയ്ക്ക് അന്നും വന്നില്ല. ഞാൻ വിളിച്ചു ചോദിക്കാനും പോയില്ല. 4 മണിയാകുമ്പോൾ അടുത്ത ഫോൺ കോൾ പാർസനേജിലേക്ക് വരികയാണ്. ആ വീട്ടിൽ നിന്നല്ല വിളിക്കുന്നത്, മറ്റൊരു വിശ്വാസി മണക്കാലയിലേക്ക് പോകുന്ന വഴി മാതാവിനെ ശുശ്രൂഷിപ്പാൻ അവധിക്ക് അബുദാബിയിൽ നിന്ന് വന്ന ഈ മരുമകൻ ഒരു സ്കൂട്ടറിന്റെ പുറകിൽ കയറി പോകുമ്പോൾ മറ്റൊരു കാർ വന്ന് ഇടിച്ച് ആക്സിഡന്റ് ആയി റോഡിൽ കിടക്കുക. കാല് 2ആയി മുറിഞ്ഞ് മാറിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അസ്ഥി അവിടെ വീണ് കിടപ്പുണ്ട്. വിശ്വാസികൾ തന്നെ അത് കെട്ടിയെടുത്ത് മറിയ ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ചു. ഞാൻ വേഗത്തിൽ വാഹനമെടുത്ത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഈ മുറിഞ്ഞ കാലുമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക. ഡോക്ടർമാർ തൊട്ടിട്ടില്ല. ഞാൻ റിക്വസ്റ്റ് ചെയ്ത് അകത്ത് കയറി. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത്, പാസ്റ്ററെ, ദൈവം എന്നെ തൊട്ടു. നീ ഇത് പറയുന്നിടം വരെ ദൈവം തൊട്ടോണ്ടിരിക്കുന്നു. ആംബുലൻസിൽ കയറ്റി. അവന് ആംബുലൻസിൽ വെച്ചൊരു തീരുമാനമെടുത്തു. എന്റെ കാൽ പുഷ്പഗിരിയിൽ നിന്ന് 2ആയി മുറിച്ചു മാറ്റാതെ എന്നെ അന്നേരവും അത് ഇവിടെ നിന്ന് തെറിച്ച് വീണ ആ ബോൺ ഞങ്ങള് പൊതിഞ്ഞ് കൊണ്ടുപോവാ ഹോസ്പിറ്റലിലോട്ട്. ബ്ലഡ് നിൽക്കുന്നില്ല. അവൻ ആംബുലൻസിൽ വെച്ച് തന്റെ വൈഫിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് താൻ ഇങ്ങനെ പറഞ്ഞു, ഈ കാല് മുറിച്ചു മാറ്റാതെ തിരിച്ച് എന്നെ മണക്കാലിൽ കൊണ്ടുവന്നാൽ ആദ്യം ഞാൻ കാല് കുത്തുന്നത് സ്നാനപ്പെടാനായിരിക്കും. നിങ്ങൾക്കറിയണമോ, ദൈവം അത്ഭുതം ചെയ്യാൻ തുടങ്ങി. സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവന്റെ ആംബുലൻസിൽ വെച്ചുള്ള തീരുമാനം ദൈവം കേട്ടു. തീരുമാനമെടുക്കാൻ നല്ല സ്ഥലങ്ങൾ ദൈവം കൊടുത്തതാ. അന്നൊന്നും തീരുമാനം എടുത്തില്ല. ചിലരൊക്കെ നല്ല സ്ഥലങ്ങളിൽ വെച്ച് തീരുമാനം എടുക്കാതെ വന്നാൽ പിന്നെ ആംബുലൻസിൽ വെച്ചല്ല തീരുമാനം എടുക്കാൻ പറ്റൂ. അങ്ങനെ ദൈവത്തിന് എവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? തീരുമാനം എടുപ്പിക്കാൻ പറ്റുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഞാൻ ഇതിനൊക്കെ സാക്ഷികളാണ്. ഇതറിയാവുന്ന ജെയിൻ അറിയാം, നന്നായിട്ട് അറിയാം. തോമസ് സാറിനോ കുടുംബത്തെ കുറിച്ച് അറിയാൻ തോന്നുന്നു. ഞാൻ വെറുതെ കഥ പറയല്ല, സംഭവിച്ചതാ ഞാൻ പറയുന്നത്. ആ പ്രിയപ്പെട്ടവനെ 1 വർഷം കഴിയാതെ കാല് തറയെ കുത്തത്തില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. 2 വർഷം കഴിയാതെ നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ സഭ ശക്തമായി പ്രാർത്ഥിച്ചു. 6 മാസം കഴിയുന്നതിന് മുമ്പ് അബുദാബിയിൽ കാല് കുത്തിയില്ലെങ്കിൽ വിസ ക്യാൻസൽ ആയി പോകും. പക്ഷെ 5.5 മാസം കഴിഞ്ഞപ്പോൾ അവൻ കാലൂന്നി നടക്കാൻ തുടങ്ങി. അതേ കാലുമായിട്ട് വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ടു. ഞാൻ അവനെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ദൈവം നമ്മളെ വിളിക്കുമ്പോൾ, ദൈവം നമ്മളെ തൊടുമ്പോൾ, ദൈവം ആ തൊട്ടതെന്ന് തിരിച്ചറിയുക, ദൈവത്തോട് പ്രതികരിക്കുക. പിന്നെ ഓടാൻ നിൽക്കരുത് നമ്മൾ, പിന്നെ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കരുത്. ദൈവത്തിന്റെ വിളിയെ ഈ രാത്രി തിരിച്ചറിയുന്ന ദൈവവൈതലിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും നിങ്ങളുടെ തിരഞ്ഞെടുപ്പും നിങ്ങൾ അധികം ഉറപ്പാക്കുക. ആരാ നിങ്ങളെ വിളിച്ചത്? ആരാ നിങ്ങളെ വിളിച്ചത് എന്നാണ് നിങ്ങൾ ഉറപ്പാക്കേണ്ടത്. വായിക്കാം 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. 1 കൊരിന്ത്യർ 1:9. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. തന്റെ പുത്രനും നമ്മുടെ കർത്താവും യേശുക്രിസ്തുവുമായ തന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ലണ്ടൻ പെന്തക്കോസ്ത് അസംബ്ലിയിലേക്ക് അല്ല നിങ്ങളെ വിളിച്ചത്. സാംബാസ്റ്റ് അല്ല നിങ്ങളെ വിളിച്ചത്. ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചത് വിശ്വസ്തനായ ദൈവമാണ്. ദൈവം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത്ര സന്തോഷിച്ചില്ലേലും ദൈവത്തിന് ഒരു അഡ്രസ് കൂടെ കൊടുത്താ പറഞ്ഞേക്കുന്നത്, എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. വിശ്വസ്തനായ ഒരു ദൈവമാ ഈ ഫെലോഷിപ്പിലേക്ക് നിങ്ങളെ വിളിച്ചത് എന്ന് നിങ്ങൾ ഇന്ന് രാത്രി തിരിച്ചറിയുക. ഒരു മനുഷ്യനാ വിളിച്ചതെങ്കിൽ നിങ്ങൾ ഏതു സമയം പിന്മാറി പോകാം. ഒരു മനുഷ്യന്റെ വിളി കേട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആ മനുഷ്യനോട് കോപിക്കും. എന്നാൽ ഒരു കാര്യം തിരിച്ചറിയണം, ദൈവം വിളിച്ചിട്ടാ ഞാൻ ഇറങ്ങിയതെന്ന് ഉറപ്പ് വരുത്തിയാൽ
എന്തു വന്നാലും പിന്തിരിയത്തില്ല. ഈ കർത്താവിന്റെ ദാസനും ഞങ്ങൾക്കൊക്കെ പറയാൻ പറ്റുന്നത് ഒരു പ്രസ്ഥാനമായിരുന്നു വിളിച്ചിരുന്നതെങ്കിൽ എന്നേ ബൈബിൾ താത്തു വെച്ചിട്ട് തിരിഞ്ഞു പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ തിരിഞ്ഞു പോകാതെ ഇന്നും ഈ ബൈബിളുമായി നിൽക്കുന്നത് ദൈവം വിളിച്ചതുകൊണ്ടാണ്. ദൈവമാണ് വിളിച്ചതെന്ന് ഉറപ്പുവരുത്തുക. ലോകം മുഴുവനും എതിരായി നിന്നുകൊണ്ട് ചോദിക്കും, ആര് വിളിച്ചിട്ടാ നീ പോയത്? ധൈര്യത്തോടെ പറയണം, നെഞ്ചു വിരിച്ചു പറയണം, വിശ്വസ്തനായ ദൈവം വിളിച്ചിട്ടാ ഞാൻ ഇറങ്ങിപ്പോയത്. ഇവിടെ ആരുമല്ല എന്നെ വിളിച്ചത്, ഇവിടെ ഒരു മനുഷ്യനല്ല എന്നെ വിളിച്ചത്, വിശ്വസ്തനായ ദൈവമാ എന്നെ വിളിച്ചിറക്കിയത്. നിരാശയൊക്കെ വരുമ്പോ എല്ലാ ദൈവമക്കളും ഇടയ്ക്കിടയ്ക്ക് രാവിലെ എഴുന്നേറ്റെന്ന് പറയണം, 4 ടാബ്ലറ്റ് ഒന്ന് കഴിക്കുക. വിശ്വസ്തനായ ദൈവം എന്നെ വിളിച്ച്, വിശ്വസ്തനായ ദൈവം എന്നെ വിളിച്ച്. 2 എണ്ണം കഴിച്ചു കുറവില്ലെങ്കിൽ പിന്നെ ഇച്ചിരി വെള്ളം കുടിച്ച് 2 എണ്ണം കൂടെ കഴിക്കും. എന്താ ടാബ്ലറ്റ് എന്ന് അറിയാമോ? അതുകൊണ്ടാണ് ഈ സാറായെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, ഔവണ്ണം സാറായും വാഗ്ദത്തം ചെയ്ത ദൈവത്തെ വിശ്വസ്തനെന്ന് എണ്ണി. ഷീ കൗണ്ടഡ് എന്ന് പറഞ്ഞാൽ അവളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അവൾക്ക് പുത്രോത്പാദനത്തിനുള്ള ശക്തി ഗൈനക്കോളജിസ്റ്റ് കുറിച്ചു കൊടുത്ത മരുന്ന് കഴിച്ചല്ലേ ശക്തി കിട്ടിയത്. ഈ 90 വയസ്സുള്ള വെല്ലുമ്മയ്ക്ക് ഇതിനുള്ള ശക്തി കിട്ടിയത് ഈ വിശ്വസ്തനെന്ന് ഏറ്റു പറഞ്ഞപ്പോ മുകളിൽ നിന്നൊരു ശക്തി വന്നു. ദൈവത്തിന്റെ വിശ്വസ്തത ഏറ്റു പറയുമ്പോൾ നമ്മുടെ മേൽ അത്യുന്നതന്റെ ശക്തി ഇറങ്ങി വരും. ഇടയ്ക്കിടയ്ക്ക് കുടുംബമായിരുന്നു കൊണ്ട് പറയണം, വിശ്വസ്തനായ ദൈവമാ ഞങ്ങളെ കഴിഞ്ഞ 19 വർഷവും ഇങ്ങനെ ജീവിക്കാൻ, കഴിഞ്ഞ 15 വർഷം ഇങ്ങനെ ജീവിക്കാൻ, ഈ പുസ്തകം എടുത്തുകൊണ്ട് നിൽപ്പാൻ കാരണമായതിന്റെ ഒറ്റ കാരണം ഓരോരുത്തരും പറയണം, ഒരു ഫെയ്ത്ത്ഫുൾ ഗോഡ്, വിശ്വസ്തനായ ദൈവം എന്നെ വിളിച്ചത് കൊണ്ടാണ്. ആരാ നിങ്ങളെ വിളിച്ചത്? ആരുടെ വിളി കേട്ടാ പോയത്? ധൈര്യത്തോടെ പറയണം, ആ സഭയല്ല വിളിച്ചത്, ആ പാസ്റ്റല്ല വിളിച്ചത്, ആ കൂട്ടു സഹോദരനല്ല വിളിച്ചത്, ഞാൻ അവന്റെ വിളി കേട്ടിട്ടാ പോയത്. നിങ്ങൾ ഉറപ്പുവരുത്തണം, നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇടറി പോകാം. ചോദ്യങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, ഈ കാണുന്ന സ്നേഹബന്ധങ്ങളിൽ കുറവ് വന്നെന്ന് വരും. ഇന്ന് കൈതന്നവർ നാളെ കൈതരാതിരുന്നെന്ന് വരും. പക്ഷെ അവിടെയും പിന്തിരിയാതെ നിൽക്കണമെങ്കിൽ, പതറാതെ നിൽക്കണമെങ്കിൽ ഒരു കാര്യത്തിൽ ഉറപ്പുവരുത്തുക, എന്നെ വിളിച്ചത് ഇവരാരുമല്ല, എന്നെ വിളിച്ചത് ദൈവമാണ്. പട്ടാപ്പകൽ നട്ടുച്ച നേരത്ത് വെട്ടിത്തിളങ്ങുന്ന സൂര്യകിരണങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ശൗൽ ദൈവത്തിന്റെ അടിയേറ്റ് നിലത്ത് വീഴുമ്പോൾ അവൻ വിളിച്ചു ചോദിച്ച ചോദ്യം ഇതാ, നീ ആരാകുന്നു? നീ ആരാകുന്നു? അവിടുന്ന് ഒരു മറുപടി, നീ ഉപദ്രവിക്കുന്ന നസറേയനാകുന്ന യേശു ക്രിസ്തുവാണ് ഞാൻ. ഇപ്പോഴവന് സമാധാനമായത്. നീറോയുടെ വാള് ഒരു കല്ലിൽ ഉരയ്ക്കുമ്പോഴും പൗലോസ് അകത്ത് കിടന്നത് കേൾക്കുകയാണ്. അപ്പോഴാ തിമോത്തിയോസിന് ലേഖനം എഴുതുന്നത്, എന്റെ നിര്യാണകാലം അടുത്തു. എങ്ങനെ മനസ്സിലായി? റോമൻ സിസ്റ്റം അനുസരിച്ച് അന്ന് ജയിലിലിടുമ്പോൾ പുറത്ത് ഏത് പടയാളി കിടക്കുന്ന സെല്ലിന് മുൻപിൽ വാളുരയ്ക്കുന്ന ശബ്ദം അകത്ത് കേൾക്കുന്നോ ഉടനെ അവന് മനസ്സിലാകും, എന്റെ നിര്യാണകാലം അടുത്തു. നീറോയുടെ വാളല്ല പൗലോസ് കണ്ടത്, എനിക്കായി അവിടെ ഒരു ജീവകിരീടവുമായി കർത്താവ് നിൽക്കുന്നു. ഇത് തന്നെ പറയിപ്പിക്കാൻ ഇടയായത് എന്നെ വിളിച്ചത് ആരാന്ന് എനിക്കറിയാം. നീറോയുടെ വാൾ എന്നെ പേടിപ്പിക്കുകയില്ല. ആ നീതിയുള്ള ന്യായാധിപതി എനിക്കത് തരും. ഇവിടെ വാൾ ഒരുങ്ങുക, പക്ഷേ പൗലോസ് പറയുക, വാളല്ല വലുത്, എന്റെ ന്യായാധിപതിയാ എനിക്ക് വലുത്. ഇത് പറയാൻ അവനെ പ്രേരിപ്പിച്ചത് ആ പട്ടാപ്പകൽ, ആ നട്ടുച്ച നേരത്ത് അവനെ വിളിച്ചത് ആരാണെന്ന് ഒരു ഉറപ്പുണ്ട്. അധികാരികളുടെ മുമ്പിൽ ചങ്കൂറ്റത്തോടെ നിൽക്കാൻ പൗലോസിനെ പ്രേരിപ്പിച്ചത് ആ വിളിയാ. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ തിരിച്ചറിയണം, പപ്പ വിളിച്ചിട്ടല്ല, മമ്മി വിളിച്ചിട്ടല്ല, പാസ്റ്റങ്ങൾ വിളിച്ചിട്ടല്ല, എന്റെ യേശു അപ്പച്ചൻ എന്നെ വിളിച്ചിട്ടോ ഞാൻ ഈ പാത പിന്തുടരുന്നെന്ന് നിങ്ങൾ ഉറപ്പാക്കണം. നമ്മൾ പല കാര്യങ്ങൾ ഉറപ്പാക്കുന്നു, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ പത്രോസ് ലീഹ പറയുകയാണ്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം എന്ത് ചെയ്യണം? ഉറപ്പാക്കും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇടറിപ്പോകും. ഈ ഇടറിയ പുള്ളിയാ എഴുതുന്നത്. പലവട്ടം പുള്ളി ഇടറിയതാ. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി, ഞാൻ പോലും ഇടറിയതിന്റെ കാരണം എന്താണ്? വിളിയും തെരഞ്ഞെടുപ്പും ഞാൻ എന്ത് ചെയ്തില്ല? ഉറപ്പാക്കിയില്ല. എന്നാൽ നിങ്ങൾ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ആരാ വിളിച്ചെന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ പോരാ, അതിനപ്പുറമായി നിങ്ങൾ മറ്റൊന്നറിയണം, എവിടുന്നാ വിളിച്ചത്. വാക്യങ്ങൾ വായിക്കാതെ നമുക്കറിയാം, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് എവിടെ നിന്നാ വിളിച്ചേ? ബൈബിൾ നമുക്ക് 3 കാലങ്ങളെ വെളിപ്പെടുത്തി തരുന്നുണ്ട്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ വെളിച്ചമാകുന്നു.
മുമ്പേ നിങ്ങൾ ദൂരസ്ഥരായിരുന്നു, ഇപ്പോഴോ സമീപസ്ഥരായി. മുമ്പേ നിങ്ങൾ കോപപാത്രങ്ങളായിരുന്നു, ഇപ്പോഴോ കരുണാപാത്രങ്ങളായി. ഒന്നുമില്ലേലും ഇത് പറഞ്ഞ് സ്തോത്രം ചെയ്താൽ മതിയെന്ന്. നമുക്ക് സ്തോത്രം ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ മലയാള മനോരമ ബൈബിള് വായിക്കുന്നത് പോലെ ബൈബിള് വായിക്കരുത്. 40 സങ്കീർത്തനം എടുത്താൽ 2 വാക്യം പറഞ്ഞിട്ട് 7 സ്തോത്രം പറയാനുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കലേക്ക്. അത് ദൈവത്തിന്റെ കൃപയാ, അത് ദൈവത്തിന്റെ കൃപയാ. ഞാൻ എവിടെ കിടന്നത്? നാശകരമായ കുഴിയിലും കുഴഞ്ഞ. എന്താ അതിന്റെ പ്രത്യേകത? ഒരു കാല് കൊണ്ട് ചവിട്ടി കയറാമെന്ന് വിചാരിക്കുമ്പോ അടുത്ത കാല് താഴും. അതാ കുഴഞ്ഞ ചേറിന്റെ പ്രത്യേകത. എനിക്ക് കയറാൻ പറ്റാതെ കിടന്നിടത്തുനിന്ന് അവൻ എന്നെ, ഞാൻ കയറിയതല്ല, അവൻ എന്നെ, മഹത്വം ആർക്കാ? കയറ്റിയവനാ. ഞാൻ കയറിയതായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നു. ഞാൻ കയറിയതല്ല, അവൻ എന്നെ കയറ്റിയതാ. ഇന്ന് രാത്രി ധൈര്യത്തോടെ നമ്മൾ പറയണം, നമ്മളാരും കയറി വന്നതല്ല, ദൈവം കൈപിടിച്ച് കയറ്റിയതാ. പ്രൈസ് ഗോഡ്. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? അവൻ എന്നെ നിർത്തി. ഞാൻ നിന്നതല്ല, ഞാൻ നിന്നതല്ല, അവൻ എന്നെ നിർത്തി. ഞാൻ പാടിയതല്ല, എന്റെ വായിൽ അവനൊരു പാട്ട് തന്നു. പാട്ടവന്റെ, നിർത്തിയതവൻ, കയറ്റിയതവൻ, എന്റെ ഗമനത്തെ സ്ഥിരമാക്കിയതും അവൻ. എത്ര സ്തോത്രം പറഞ്ഞു കഴിയണം സമയം കഴിയാം. ഇവിടെ നമുക്ക് എന്ത് പറയാനുണ്ട്? സകലതും അവൻ മുഖാന്തരവും സകലത്തിനും കാരണഭൂതൻ അവനാ. വചനം വായിക്കുമ്പോൾ ഓരോ വാക്യവും നിർത്തിയിട്ട് കർത്താവേ സ്തോത്രം, സ്തോത്രം. ഇങ്ങനെ വായിച്ചാൽ 1 വർഷം കൊണ്ട് ബൈബിൾ വായന തീരത്തില്ല. നമുക്ക് വായിച്ച് വായിച്ച് തള്ളിക്കളയാം, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാം. പക്ഷെ അതിനപ്പുറമായി ഓരോ വാക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണം. സ്തോത്രം ചെയ്യാൻ നമ്മൾ പരിശീലിക്കണം. നിങ്ങളെ ആരാ വിളിച്ചത്? നിങ്ങളെ വിശ്വസ്തനായ ദൈവമാ വിളിച്ചത്. ഈ വിളി നിങ്ങൾ തിരിച്ചറിയണം. തിരിച്ചറിയുന്നിടം വരെ ദൈവം വിളിച്ചുകൊണ്ടിരിക്കും. അനവധി കഷ്ടങ്ങൾ, അനവധി പ്രയാസങ്ങൾ ജീവിതത്തിൽ വന്നു കയറുന്നതിന് മുൻപേ ദൈവത്തിന്റെ വിളി തിരിച്ചറിയുക. ഇനി മുന്നോട്ട് നമ്മൾ ഓടിയാൽ വീണ്ടും നഷ്ടങ്ങൾ ഏറെ നമ്മൾ സഹിക്കേണ്ടി വരും. അതിനേക്കാൾ ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട്, ദൈവം എന്നെ കണ്ടിട്ടുണ്ട്. ഇനി എനിക്ക് ഓടാൻ പറ്റത്തില്ല, ഇനി എനിക്ക് പിന്തിരിയാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ വിളിയോട് പ്രതികരിച്ചാൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് ലോകത്ത് ആർക്കും പറയാൻ പറ്റത്തില്ല. ഇതാ ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, ടാക്സ് കളക്ടർ. അന്നത്തെ നിയമമനുസരിച്ച് ചുങ്കം പിരിക്കുന്നവന് ശമ്പളമില്ല. അവൻ പിരിക്കുന്നതിൽ നിന്ന് അമിതമായി പിരിച്ചെടുക്കുക അവന്റെ ജോലി. ഈ ചുങ്കസ്ഥലത്തിരിക്കുന്നവരെ യഹൂദന്മാർ വെറുത്തിരുന്നു. ചുങ്കം പിരിക്കുന്നവരോടുകൂടെ ആഹാരം കഴിക്കുന്നത് പോലും യഹൂദന്മാരുടെ രീതി അനുസരിച്ച് വെറുക്കപ്പെട്ടൊരു കാര്യമാണ്. പക്ഷെ എല്ലാവരും വെറുക്കപ്പെട്ടൊരു തൊഴിൽ ചെയ്യുന്ന, എല്ലാവരും വെറുക്കപ്പെട്ടൊരു സ്ഥലത്തിരുന്ന് ജോലി ചെയ്യുന്ന അവനെ കർത്താവ് വിളിച്ചു, ഫോളോ മീ. ഒറ്റ വിളിയേ ഉള്ളൂ, ഫോളോ മീ. അവൻ ചുങ്കസ്ഥലത്ത് നിന്ന്, എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടൊരു പദമുണ്ട്, സകലതും വിട്ടു. അങ്ങ് പോയെന്നല്ല, പോയപ്പോ എന്ത് ചെയ്തു? സകലതും, ശകലം വിട്ടേച്ച് പോയെന്നാണ് അല്ല, പോയപ്പോ സകലതും വിട്ടു. അതാ പോക്ക്, അതാ പോക്ക്. ആ ചുങ്കസ്ഥലത്തിരുന്നവൻ സകലതും വിട്ടു, സകലതും വിട്ടു. ഇനി അവന്റെ ജീവിതത്തിൽ ഒന്നുമില്ല. അവന്റെ വീട്ടിൽ കയറിയാൽ തന്നെ അറിയാം, അവിടെ ഉണ്ടായിരുന്ന പലതും അവൻ നീക്കം ചെയ്തു, ഉടച്ചു കളഞ്ഞു. അവനിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. അവന്റെ വീട് അന്ന് കർത്താവിനായിട്ട് അത്താഴം ഒരുക്കി. അവൻ എന്താ ചെയ്തെന്നറിയാമോ? അവൻ ഉണ്ടായിരുന്ന സമൂഹത്തിലെ മുഴുവൻ സ്നേഹിതരെയും അന്നത്തെ അത്താഴത്തിന് വിളിച്ചു. യേശുവിന് ഒരു വേദിയുടെ ഒരുക്കി കൊടുത്തു പ്രസംഗിക്കാൻ. 1 ഹൃദയം കർത്താവിന് കൊടുത്തു, 2 വീട് കർത്താവിന് കൊടുത്തു, 3 കൈയുടെ കർത്താവിന് കൊടുത്തു. മത്തായി എഴുതിയ സുവിശേഷം എന്ന് പറഞ്ഞൊരു സുവിശേഷം ഇന്ന് നിങ്ങൾ വായിക്കാൻ കാരണക്കാരൻ ചുങ്കസ്ഥലത്തിരുന്നവനാ. അവൻ അവിടുന്ന് എഴുന്നേറ്റതാ ലോകം മുഴുവൻ അവൻ അറിയപ്പെടാൻ കാര്യം. നീ അവിടെ ചുങ്കസ്ഥലത്തിരുന്ന് ചുങ്കം പിരിച്ചിരുന്നെങ്കിൽ ആര് നിന്നെ അറിയുമായിരുന്നു? നീ എവിടെ എത്തിച്ചേരുമായിരുന്നു? ഇന്ന് ലോകം മുഴുവനും ഒരു പ്രാവശ്യമെങ്കിലും നിന്റെ പേര് പറഞ്ഞ് ആരെങ്കിലും ആ സുവിശേഷം വായിക്കാൻ കാരണം യേശുവിന്റെ വിളി നീ തിരിച്ചറിഞ്ഞതാ. കർത്താവിന്റെ വിളി തിരിച്ചറിയുന്നവൻ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. ദൈവം അവനായി കരുതിയിരിക്കുന്നത് അത്ര വലുതാണ്. രാത്രി കരങ്ങളടിച്ച് അല്പസമയം
എവിടെ നിന്ന് നമ്മളെ വിളിച്ചെന്നറിയുക? കുഴഞ്ഞ ചേറ്റിൽ നിന്ന്, കോപമാത്രമായി കിടന്നെടുത്തുന്നു, ദൂരസ്ഥരായിരുന്നെടുത്തുന്നു, അകത്യങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്ന എന്നെ അവിടെ നിന്ന്. ഇസ്രായേൽ മക്കളോട് ആവർത്തിച്ച് ദൈവം പറയുന്ന ഒരു പദമുണ്ട്: നിന്നെ അടിമ വീടായ മിസ്രയീമിൽ നിന്നാണ് ഞാൻ നിന്നെ വിളിച്ചത്. മിസ്രയീമിൽ നിന്ന് വിളിച്ചിരുന്നെന്ന് പറഞ്ഞെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു. പക്ഷെ എന്തിനാ ദൈവം ഓർപ്പിച്ച് അവരോട് പറയുന്നത് അറിയാമോ? വെറും മിസ്രയീമിൽ നിന്നല്ല, അവിടെ നീ ആരായിരുന്നു? അടിമയായിരുന്നു. അവിടെ നിന്നാ ഞാൻ നിന്നെ എന്ത് ചെയ്തത്? വിളിച്ചുകൊണ്ട് വന്നതെന്ന് നീ ഓർക്കണം. അവരത് മറന്നപ്പോഴൊക്കെ ദൈവം പറഞ്ഞു, വെട്ടിയെടുത്ത പാറയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണേ, കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കൊന്ന്. ഞാൻ എവിടുന്നാ നിന്നെ കൊണ്ടുവന്നത്? ഇത് നിങ്ങൾ ഓർക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒന്ന്, ആരാ വിളിച്ചെന്ന് ഓർക്കണം. രണ്ട്, എവിടെ നിന്നാണ് എന്നെ വിളിച്ചത്? വ്യർത്ഥവും പുതു പാരമ്പര്യവുമാകുന്ന നടപ്പിൽ നിന്നാണ് എന്നെ എന്ത് ചെയ്തിരിക്കുന്നത്? വിളിച്ചിരിക്കുന്നത് എന്ന് തിരുവഴുത്ത് ധാരാളം വാക്യങ്ങൾ കോർത്തിണക്കി നമുക്ക് പറയുവാൻ സാധിക്കും. ഞാൻ അവിടെ നിന്ന് സംസാരിക്കുന്നതിനേക്കാൾ അല്പം കൂടെ എനിക്ക് മുൻപോട്ട് വേഗത്തിൽ പോകേണ്ടതുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. എന്തിനാണ് ഈ വിഷയത്തിന്റെ പരമപ്രധാനമായ വിഷയം? അവിടെ ദൈവം വിളിച്ചു. എവിടെ നിന്ന് വിളിച്ചു? എവിടേക്ക് വിളിച്ചു? ഇവിടെയാണ് നമുക്ക് അബദ്ധം പറ്റിയത്. അനേക ദൈവമക്കൾ തെറ്റിപ്പോയത് ഇവിടെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് മോശ ഫറവോന്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് 5 പ്രാവശ്യം താൻ ഉരുവിടുന്ന ഒരു കാര്യമുണ്ട്: എന്റെ ജനത്തെ വിട്ടുതാ എന്ന് പറയുമ്പോൾ തന്നെ 5 പർപ്പസ് അവിടെ പറയുന്നുണ്ട്. എന്തിനാണ് എന്റെ ജനത്തെ വിട്ടുതരുന്നത്? ഒന്ന്, അവർക്കായിട്ട് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പാലും തേനും ഒഴുകുന്ന കനാൻ രാജ്യത്തിൽ ചെല്ലാൻ അവരെ വിട്ടുതരണം. അപ്പൊ മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടിവിച്ച് പുറത്തു കൊണ്ടുവന്നത് കനാനിൽ പോകാൻ, വാഗ്ദത്ത കനാനിൽ പോകാൻ. പക്ഷെ നമ്മുടെ വിളിയും അവരുടെ വിളിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അവരുടെ വിളി അക്ഷരീക വിളിയ, ഭൗമിക വിളിയ. നമ്മുടെ വിളി ആത്മീയ വിളിയ. നമ്മളെ നോക്കിയിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവർ. അവന്റെ കൃപയിലേക്ക്, കൃപയാൽ നിങ്ങളെ വിളിച്ചു. നമ്മുടെ വിളിക്ക് ചില പ്രത്യേകതകളുണ്ട്. കൃപയാലുള്ള വിളിയ, വിശുദ്ധ വിളിയ, പരമ വിളിയ, ഉന്നത വിളിയ, വിശുദ്ധ വിളിയ. ഏറ്റവും ഒടുവിൽ അപ്പോസ്തലൻ പറയുന്നത് അറിയാമോ? സ്വർഗീയ വിളിയ, ഹെവൻലി കോൾ. അപ്പൊ നമ്മുടെ വിളിയും ഇസ്രായേൽ മക്കളുടെ വിളിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്തത് ഇവിടെ ഒരു നാടാ. നമുക്ക് ദൈവം വാഗ്ദത്തം ചെയ്തത് ഇവിടെ ഒരു നാടല്ല. ഇവിടെ നമ്മൾ അബദ്ധം പറ്റിയത്. നമ്മൾ ഇവിടെ ഏതോ കിട്ടാൻ വേണ്ടി വിളിച്ചിറക്കിയെന്നുള്ള പരാക്രമമാണ് കാണിക്കുന്നത്. ഇവിടെ ഒന്നും തരാമെന്ന് പറഞ്ഞിട്ടില്ല, അവിടെ തരാമെന്ന് പറഞ്ഞത്. ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ യാത്ര വിജയമായി മാറുന്നത്. അവരെ ഇവിടെ ഒരു കനാൻ നാട് കൊടുക്കാൻ വിളിച്ചിറക്കിയപ്പോൾ നമ്മെ സ്വർഗീയ നാട് തരാമെന്ന കർത്താവ് പറഞ്ഞു. പിതാക്കന്മാർക്ക് ആ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അവരത് വ്യക്തമായി തിരിച്ചറിഞ്ഞു. എബ്രായ ലേഖനം 11-ാം അധ്യായം, എബ്രായ ലേഖനം 11-ാം അധ്യായം 13-ാം വാക്യം. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ ദൂരത്ത് നിന്ന് കണ്ട് അത് കണ്ടു. ഏത് ഏതാ കണ്ടത്? അത് താഴോട്ട് വായിക്കുമ്പോ അറിയാം. അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പൃഥുദേശം അന്വേഷിക്കുന്നുവെന്നും കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകാൻ ഇടയുണ്ടായിരുന്നു. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ അതാ കണ്ടത്, കാക്ഷിച്ചിരുന്നു. അവരിവിടെ നിന്നുകൊണ്ട് എന്ത് കണ്ടു? സ്വർഗീയമായത് കണ്ടു. അപ്പൊ അവര് വിട്ടുപോകുന്നതിനെ ഓർത്തില്ല. ഓർത്തിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? മടങ്ങിപ്പോയേനെ. പക്ഷെ വിട്ടുപോകുന്നതിനെ ഓർക്കാൻ അവർക്ക് സമയം കിട്ടിയില്ല. സമയം കിട്ടാതെ എന്താ? അവരതിനേക്കാൾ വലുത് എന്ത് ചെയ്തു? കണ്ടു. കണ്ടു പിന്നെ തിരിഞ്ഞു നോക്കാൻ പോലും ഒരു ദിവസം പോലും അവർക്ക് എന്ത് ചെയ്തില്ല? സമയം കിട്ടിയില്ല. നമ്മളെന്താ തിരിഞ്ഞു നോക്കുന്നേ? വിട്ടുപോകുന്നതിനെ നമ്മളെന്താ തിരിഞ്ഞു നോക്കുന്നേ?
മറ്റേത് കണ്ടില്ല. നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് അത് കാണണം. അത് കാണുമ്പോഴേ നമുക്ക് ഇതിനെ കുറിച്ച് പുച്ഛം തോന്നത്തുള്ളൂ. ഇത്ര വലുത് എനിക്ക് വേണ്ടി അവിടെ ഒരുക്കി വെച്ചിരുന്നപ്പോഴാണോ ഞാൻ ഈ ചെറിയ കാര്യങ്ങൾ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നത്? അവരോ അധികം നല്ലത്, സ്വർഗീയമായത്. ഇവിടുത്തെ ഒന്നും നല്ലതല്ലെന്ന് ഞാൻ പറയുന്നില്ല, നല്ലതാ, പക്ഷെ അധികം നല്ലതല്ല. എന്നാൽ സ്വർഗീയമായതാണ് അധികം നല്ലത്. അത് പ്രാപിക്കാനുള്ള വിളിയാണ് നമ്മുടെ മേലുള്ളത്. എന്തിനാ എന്നെ വിളിച്ചെന്ന് ചോദിച്ചാൽ, നിത്യതയും നിനക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് തരാനാ വിളിച്ചത്. അത് തന്നെ പത്രോസ് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ക്ഷയം, വാട്ടം, മാലിന്യം എന്നിവയില്ലാത്തത് അവകാശം തരാൻ ഞാൻ നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. എന്തിനാ പാസ്റ്ററെ വീണ്ടും ജനിക്കുന്നത്? എന്തിനാ പാസ്റ്ററെ ഞങ്ങള് മുമ്പോട്ട് വരുന്നത്? എന്തിനാ സ്ഥാനപ്പെടുന്നത്? ഒന്നിനുമല്ല, സ്വർഗത്തിൽ പോകാൻ. അത് ദൈവം അനുഗ്രഹിക്കും കേട്ടോ ബ്രദറെ. എന്തോ അനുഗ്രഹിക്കാൻ? അല്ലാത്തവരൊന്നും ദൈവം അനുഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ കോടീശ്വരന്മാരൊന്നും, നമ്മളിന്ന് ലോക ചരിത്രം എടുത്തു നോക്കിയാൽ ഇവിടുത്തെ കോടീശ്വരന്മാരൊന്നും ദൈവവിളി കേട്ടവരൊന്നുമല്ല. അവർക്ക് അനുഗ്രഹമില്ലേ? നമ്മളോട് ദൈവം വാഗ്ദത്തം ചെയ്തത് ഭൂമിയിലല്ല, സ്വർഗീയ കാര്യമാണ്. ഒരു കൂട്ടം ഭക്തന്മാർ വ്യക്തമായി മനസ്സിലാക്കി വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നെന്ന മടങ്ങി പോകുമായിരുന്നു. മടങ്ങി പോകാഞ്ഞത് എന്താ? അവര് സ്വർഗീയമായത് കണ്ടു. എന്റെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഏക പ്രാർത്ഥന, കർത്താവേ സ്വർഗീയ കാഴ്ചപ്പാട് എനിക്ക് തരണം, സ്വർഗീയ കാഴ്ചപ്പാട് എനിക്ക് തരണം. നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മളെ നല്ലവരും നമ്മളെ ചീത്തയുമാക്കുന്നത്. ശരീരത്തിന്റെ വിളക്ക് എന്താകുന്ന കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും. അതിന്റെ ആത്മീയ അർത്ഥം എന്താ? നമ്മുടെ കാഴ്ചപ്പാട് ചൊവ്വുള്ളതാണെങ്കിൽ ജീവിതം മൊത്തം നല്ലതാണ്. കാഴ്ചപ്പാട് ശരിയല്ലെങ്കിൽ ജീവിതം മുഴുവനും തകർന്നു പോകും. ഒരാളുടെ കാഴ്ചപ്പാടാണ് അവനെ ആരാക്കി മാറ്റുന്നത്. അവനെ നല്ലവനും ചീത്തയുമാക്കി മാറ്റുന്നത് അവന്റെ കാഴ്ചപ്പാട്. ഇനി കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ അവന്റെ ശരീരം മുഴുവൻ എന്തുള്ളതാണെന്നാ? ചൊവ്വുള്ളതാണെന്നാ, പ്രകാശിക്കുമെന്ന്. ഇല്ലെങ്കിൽ അവന്റെ ഇരുട്ട് വലുതായി പോകുമെന്ന്. അപ്പൊ നമ്മൾക്കൊരു സ്വർഗീയ വിളിയുടെ ആ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ദൈവമാണ് എന്നെ വിളിച്ചത്. എവിടെ നിന്നാണ് വിളിച്ചത്? എവിടേക്കാണ് വിളിച്ചത്? സ്വർഗീയമായതൊന്ന് പ്രാപിക്കാനാണ് എന്നെ വിളിച്ചതെന്ന് ഇവിടെ ഇനി എബ്രായലേഖനം 10:34 വായിക്കാം. സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അവിടെ സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചെന്ന്. അതിന്റെ കാരണം പറയുന്നത് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്ന് അറിഞ്ഞു. തൊട്ടപ്പുറത്ത് പറഞ്ഞു, അവർ ദൂരത്ത് നിന്നുകൊണ്ട് കണ്ടു. ഇത് കാണാനുള്ള ഉപകരണങ്ങളൊന്നും ദൈവം കൊടുത്തില്ല. ഇത് കാണാനുള്ള ഒറ്റ ഉപകരണമേ ഉള്ളൂ, വിശ്വാസം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഏറ്റവും വിലപിടിപ്പുള്ള കാറ് നമ്മുടെ പോർച്ച് കിടക്കുന്നതായിട്ട് അങ്ങ് വിശ്വസിക്കുക. അതല്ല നമ്മൾ പഠിച്ചേക്കുന്നത്. എന്നിട്ട് ഗർഭം ധരിക്കുക, പിറ്റേന്ന് അങ്ങ് പ്രസവിക്കുക. അതൊന്നും അല്ല വിശ്വസിക്കാൻ പറഞ്ഞത്. വിശ്വാസം എന്നതോ ആശിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ. ഈ കാണുന്നതല്ല വിശ്വസിക്കേണ്ടത്, കാണാത്തതൊന്നാ വിശ്വസിക്കേണ്ടത്. സ്വർഗീയമായതൊന്നും നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ വിശ്വസിക്കുക. സ്വർഗീയമായ നമ്മുടെ കൺമുൻപിൽ ഇല്ല, പക്ഷെ ഭൗമികമായതല്ല ഇവിടെ ഉണ്ട്. നിങ്ങൾ വിശ്വസിച്ച് 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 ജീവിതം മുഴുവനും വിശ്വസിച്ച് ഈ അതും വാങ്ങിച്ച് ഇതും വാങ്ങിച്ച് ഇതെല്ലാം നിങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നത് തീക്കായി സൂക്ഷിച്ചിരിക്കുന്ന ഭൂമിയിലാണോ? അതിന്റെ അർത്ഥം നമ്മൾ ഇവിടുത്തുകാരാണെന്നാണോ? അല്ല, നമ്മുടെ വിളി സ്വർഗീയമാണ്. അവിടേക്ക് പോകാനുള്ള ഉന്നത വിളിയുടെ പ്രാപ്തരാ നമ്മൾ. ആ അഡ്രസ്സിലുള്ളവരാ നമ്മൾ. നമ്മുടെ ഉപവാസവും നമ്മുടെ പ്രാർത്ഥനയും നമ്മൾ ദൈവത്തോട് മല്ലുപിടിക്കുന്നതും എല്ലാം ഇവിടെ ചിലത് കിട്ടാൻ വേണ്ടിയല്ല, വല്ല വിധേന അവിടെ എത്തിച്ചേരണം. ഞാൻ 21 ദിവസം പ്രാർത്ഥിച്ച പാസ്റ്റർ ഈ കാറ് കിട്ടിയത്. എല്ലാരും അങ്ങനൊന്നും പ്രാർത്ഥിച്ചല്ലേ കിട്ടിയത്. അതെല്ലാം നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടത് തരാൻ നിത്യതയുടെ ഉടമസ്ഥൻ അറിയാം. നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി തരാൻ ദൈവം വിശ്വസ്തന. ഇതൊന്നും വേണ്ടാന്നോ ദരിദ്രനായി പോകണമെന്നല്ല ഞാൻ പറയുന്നത്.
നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചു തരാൻ ദൈവം ശക്തനാണ്. ഞാൻ ചോദിക്കട്ടെ, അമ്മ രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ പറവകൾക്കും കൂട്ടിൽ കിടക്കുന്ന നായിനും തൊഴുത്തിൽ കിടക്കുന്ന ആടുമാടുകൾക്കും അതതിന്റെ ആഹാരം സമയാസമയങ്ങളിൽ കൊണ്ടു കൊടുക്കുന്ന അമ്മ നൊന്തു പ്രസവിച്ച് അകത്ത് കിടക്കുന്ന കുഞ്ഞിന് പാല് കൊടുക്കാൻ മറക്കുമോ? മറക്കത്തില്ല. അതിനെല്ലാം ആഹാരം അമ്മ കൊടുക്കുന്നെങ്കിൽ അമ്മ നൊന്തു പ്രസവിച്ച ഒരു കുഞ്ഞകത്ത് കിടപ്പുണ്ട്, അതിനെ മറക്കുന്ന അമ്മയല്ല. ഈ പ്രപഞ്ചത്തിലുള്ള സകലത്തിനും ദൈവം കൊടുക്കുന്നെങ്കിൽ തന്റെ സഭയ്ക്ക് കൊടുക്കാതിരിക്കുമോ? അവൻ രക്തം കൊണ്ട് സമ്പാദിച്ചവരാ നമ്മൾ, അവന്റെ പുസ്തകത്തിൽ പേരുള്ളവരാ നമ്മൾ. നമ്മെ മറന്നവർ ഒന്നും ചെയ്യത്തില്ല. ഈ കരുതലിലേക്ക് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ചോദിക്കേണ്ടെന്നല്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ദൈവം എന്ത് ചെയ്യുന്ന അറിയണം. അതുകൊണ്ട് ലൈവ് എല്ലാം അറിയുന്നു, മാത്രമേ ഇതാ മലക്കുന്നു. ചിലർ പ്രാർത്ഥിക്കത്തില്ല. എന്റെ പാസ്റ്റർ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ എല്ലാം അറിയുന്നു. അറിയാം, പക്ഷെ പ്രാർത്ഥിക്കുമ്പോഴേ പ്രവർത്തിക്കും. ദൈവത്തിന് അറിയാം, പക്ഷെ നീ പ്രാർത്ഥിക്കാത്തടത്തോളം ദൈവം എന്ത് ചെയ്യുന്നില്ല? പ്രവർത്തിക്കുന്നില്ല. എപ്പോൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ മുതൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ദൈവം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ തുടങ്ങുന്നു. അതുകൊണ്ടാ പൗലോസും പറഞ്ഞു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രമാകുന്ന വണ്ടിയിലോട്ട് കയറ്റി അങ്ങോട്ട് എന്ത് ചെയ്തേക്കണം? ചിലർ 1 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ ഒരു സ്തോത്രം പോലും വായിന്ന് വരത്തില്ല. പ്രാർത്ഥനയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ചേരേണ്ട എന്താണെന്ന് അറിയാമോ? സ്തോത്രം. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞു, സ്തോത്രവും പക്ഷപാതവും യാചനയും പ്രാർത്ഥനയും ഇതെല്ലാം കൂടെ ചേർത്താ പ്രാർത്ഥനയായിട്ട് മുകളിലോട്ട് ചെല്ലേണ്ടത്. അങ്ങനെയാ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ആ വണ്ടിയെ കയറ്റിയാ വിടേണ്ടത്. അങ്ങോട്ട് പോകുന്ന വണ്ടി അതാ, സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കത്രേ വേണ്ടത്. അവിടെയാ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, അറിയിക്കത്രേ വേണ്ടത്. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം ദൈവം അറിയുന്നു. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങളുടെ ശരീരത്തിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? വിചാരപ്പെടണ്ട. വസ്ത്രത്തിനായിട്ട് നിങ്ങൾ വിചാരപ്പെടണ്ട, നിങ്ങളുടെ ആഹാരത്തിനായിട്ട് നിങ്ങൾ വിചാരപ്പെടണ്ട. കാരണം നിങ്ങൾ വിചാരപ്പെടുന്ന മുഴുവനും എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കും, ഇതല്ലേ? പക്ഷെ നിങ്ങൾ ഒന്ന് ഓർക്കണം, നിങ്ങൾ വിചാരപ്പെടുന്നതെല്ലാം നിങ്ങൾക്ക് വിപണിയിൽ വാങ്ങാൻ കിട്ടും, ആഹാരം വിലയ്ക്ക് വാങ്ങാൻ കിട്ടും, പക്ഷെ ജീവൻ കിട്ടുമോ? നിങ്ങൾക്ക് വസ്ത്രം വിപണിയിൽ കിട്ടും, പക്ഷെ ശരീരം കിട്ടുമോ? ഇല്ല. ഈ വിപണിയിൽ വാങ്ങാൻ കിട്ടാത്തതിന് വേണ്ടി ചിന്തിക്ക്. ശരീരം ഞാൻ തന്നതാ, നിങ്ങൾ അതിനു വേണ്ടി എന്താ ചിന്തിക്കാത്ത? ജീവൻ ഞാൻ തന്നതാ, അതിനു വേണ്ടി എന്താ ചിന്തിക്കാത്ത? ജീവനെ ഞാൻ തന്നെങ്കിൽ അത് നിലനിർത്താനുള്ളത് ഞാൻ തരും. അതാ ദൈവത്തിന്റെ വിശ്വസ്തത. കരയുന്ന കാക്കയ്ക്ക് എന്ത് ചെയ്യുന്നു? അതതിന്റെ ആഹാരം കൊടുക്കുന്നു. അത് സ്ഥാനപ്പെട്ടിട്ടാണോ? കാക്കെല്ലാം കൂടെ സ്ഥാനപ്പെട്ടിട്ടാണോ അതിന് രാവിലെ ആഹാരം കൊടുത്തത്? അല്ല. അത് കരയുന്നു. അത് സൃഷ്ടിതാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ ദൈവം സൃഷ്ടിതാവായതുകൊണ്ട് എല്ലാ സൃഷ്ടിക്കും വേണ്ടത് കൊടുത്തേ പറ്റൂ. ഈവൻ ലൂസിഫറിന് പോലും പാർക്കാൻ ഒരിടം ദൈവത്തിന് കൊടുത്തേ പറ്റും. അത് ദൈവത്തിന്റെ നീതിയാണ്. എന്നാൽ നമ്മുടെ ബന്ധം അവിടെ കൊണ്ട് തീരുന്നില്ല. സൃഷ്ടിതാവും സൃഷ്ടിയും തമ്മിലുള്ള ഒരു ബന്ധം ലോകത്തെല്ലായിടത്തും ഉണ്ട്. അവിടെ ചെല്ലു പറയുന്നത്, എന്റെ പാസ്റ്ററെ ഞങ്ങൾ അങ്ങോട്ട് വന്നില്ലേലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിനെല്ലാം ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? മറുപടി തരുന്നുണ്ട്. കാക്കയ്ക്കും കൊടുക്കുന്നു. അത് സൃഷ്ടിയും സൃഷ്ടിതാവും തമ്മിലുള്ള ബന്ധേ ആയോളൂ. ഇതെല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ച് കിട്ടിയത്. അതിനെന്താ? പക്ഷെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ പദവിയിലേക്ക് മാറിയോ? അതെപ്പോഴാ മാറുന്നത്? അപ്പന്റെ വീട്ടിൽ ജനിക്കുമ്പോഴേ മാറുന്നുള്ളൂ. ഇവിടെ തിരുവഴുത്ത് പഠിപ്പിക്കുന്ന രണ്ട് പിതാവുണ്ട്. സ്വർഗസ്ഥനായ പിതാവ്, അപ്പോൾ തന്നെ ഫോഷ്കിന്റെ പിതാവ്. രണ്ട് ദൈവമുണ്ട്. സ്വർഗസ്ഥനായ ദൈവം, ഈ ലോകത്തിലെ ദൈവം. രണ്ട് രാജ്യമുണ്ട്. ദൈവത്തിന്റെ രാജ്യം, സാത്താന്റെ രാജ്യം. എല്ലാം ഈ രണ്ടായിട്ടാ. രണ്ട് മക്കളുണ്ട്. പിശാചിന്റെ മക്കൾ, കാൺമീൻ നാം ദൈവമക്കൾ. ഇതിനിടയ്ക്ക് വേറെ ആളില്ല. ചില ഈ രണ്ടും കെട്ടാനകത്ത് കൊണ്ട് ലോകമക്കളും അല്ല, ദൈവമക്കളും അല്ല, ഇടയ്ക്ക് നിൽക്കുക. അങ്ങനെ ഒരു ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഒന്നീ ദൈവമക്കളായിരിക്കും, അല്ലെങ്കിൽ പിശാചിന്റെ മക്കളായിരിക്കും. ബൈബിൾ ഞാൻ പറയുന്നത് ഇന്നീ പറയുന്ന ഒന്നും വചനത്തിന് പുറത്തല്ല. ഞാൻ വാക്യങ്ങൾ അതാത് സമയം കൊണ്ട് കുറവുകൊണ്ട് എടുത്തില്ലെന്നേ ഉള്ളൂ. രണ്ട് രാജ്യമുണ്ടെന്ന് ബൈബിൾ പറയുന്നു. സാത്താന്റെ രാജ്യം, അപ്പോൾ തന്നെ ദൈവത്തിന്റെ രാജ്യം. ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ മനസ്സെന്ത് ചെയ്തിരിക്കുന്നു? കുരുടാക്കിയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഈ ലോകത്തിന് ദൈവമുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുന്നത്. സ്വർഗസ്ഥനായ ദൈവം,
ഈ ലോകത്തിലൊരു പിതാവുണ്ട്, പോഷ്കിന്റെ പിതാവ്. പിശാച് പോഷ്ക് പറയുന്നവനും അവന്റെ അപ്പനുമാകുന്നു. അങ്ങനെയെങ്കിൽ നമുക്കൊരു പിതാവുണ്ട്. ആ പിതാവിന് കൊടുത്തിരിക്കുന്ന പേര് സ്വർഗസ്ഥനായ പിതാവ്. അതുകൊണ്ട് അഡ്രസ് പോലും പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. കാരണം ഇവിടെ വേറൊരു അപ്പൻ ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് നോക്കി വിളിക്കുന്നത്. അവിടെയാണ് നമ്മുടെ അപ്പച്ചൻ ഇരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പുവരുത്തണം. ദൈവം ഞങ്ങളെ വിളിച്ചു. എന്തിനായിട്ട് വിളിച്ചു? ഇവിടെ എഴുതിയിരിക്കുന്നു, സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. ഇത് ഇന്നത്തെ നമ്മുടെ തലമുറയ്ക്ക് മനസ്സിലാകത്തില്ല. എബ്രായ എഴുത്തുകാരൻ എഴുതിയത് ഒരു പഴയ ചരിത്രമാണ്. ആദിമ ക്രിസ്ത്യാനികൾ അവർക്കുണ്ടായിരുന്ന കൊച്ചു കുടിലുകളിൽ അവർ താമസിച്ചിട്ട് അന്ന് ഇതുപോലെയുള്ള ഇന്നൊക്കെ നമ്മൾ വീട് പണിയുന്ന പോലല്ലേ. ഇന്നൊക്കെ വീട് പണിയുന്നെന്ന് പറഞ്ഞാൽ ജയില് പോലല്ലേ. ഇവിടുത്തെ കാര്യമല്ല, നാട്ടിലെ കാര്യം. നമ്മളൊക്കെ വിസിറ്റിങ്ങിന് ഒന്നും ഒരു ബെല്ലൊക്കെ അടിച്ചാൽ അമ്മാമ 3 പൂട്ട് പൊളിക്കണം വെളി വരാൻ. സിറ്റ് ഔട്ട്, പിന്നെ വേറെ കഥവ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഗേറ്റ്. ഇത്രയും കഴിഞ്ഞ് വെളി വരുമ്പോഴത്തെ നമ്മൾ അരമണിക്കൂർ പോയി. പിന്നെ ചുറ്റുമതിലെല്ലാം കെട്ടി ജയില് പോലെ ഇങ്ങനെ അതിനകത്ത് താമസിക്കും. അതുകൊണ്ട് 7, 8, 15 ദിവസമൊക്കെ ഓരോന്ന് ചത്ത് വീട്ടിൽ കിടന്ന് പുഴുവാണെങ്കിൽ ആരും എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. പണ്ടെങ്ങാണ്ട് ഇതുപോലെ ഉണ്ടായിരുന്നു. അതിന് പോലും ഇല്ലായിരുന്നു. ഇവിടുന്ന് കുതിച്ചാൽ അങ്ങേ വീട്ടിൽ അവിടെ ചെന്ന് കിടന്ന് അവിടുന്ന് പുഴുക്കും നിന്നെ ചിപ്പുറത്ത് വരിക. ഈ ബന്ധമായിരുന്നു പണ്ട്. ഞാൻ പറയുന്ന കുറച്ചു പേർക്ക് മനസ്സിലാകുന്നുണ്ട്, ചിലർക്കത് മനസ്സിലാകുന്നുണ്ട്. ഇന്ന് ഇതൊക്കെ ജയിലാക്കി മാറ്റിയിരിക്കുമല്ലേ. അപ്പൊ പണ്ടത്തെ വീടുകൾ എന്ന് പറഞ്ഞാൽ ഓല കൊണ്ട് തന്നെ ഭിത്തിയും, ഓല കൊണ്ട് തന്നെ കവർ ചെയ്യുക, ഓല കൊണ്ട് തന്നെ ഒരു കതക്. ഇത് വെച്ചിട്ട് ക്രിസ്ത്യാനികൾ ആരാധനയ്ക്ക് പോയി തിരിച്ചു വരുമ്പോൾ ക്രൈസ്തവ വിരോധികൾ ആ വീട് പൊളിച്ച് അവരുടെ ആഹാരം എടുത്ത് കഴിക്കും, അവരുടെ വാഴക്കൊല വെട്ടിക്കൊണ്ടുപോകും, അവരുടെ കോഴിമുട്ട മോഷ്ടിക്കും. ഇവർ ആരാധനയ്ക്ക് കേട്ടത് സ്വർഗത്തിൽ നമുക്ക് നിലനിൽക്കുന്ന സമ്പത്തുണ്ട്. ഇത് കേട്ടിട്ട് ഇവിടെ വന്നപ്പോൾ അവരുടെ സമ്പത്തുകൾ അപഹരിഞ്ഞുകൊണ്ട് പോയി. ഉടനെ കൊടുവാളും എടുത്തുകൊണ്ട് വെട്ടുകത്തി എടുത്തുകൊണ്ട് വെല്ലുവിളിക്കാൻ ഇറങ്ങിയെന്നല്ല, അവർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. സ്വർഗത്തിൽ നമുക്കുണ്ട്. ഇവിടെ ഒരു വാഴക്കൈ വെട്ടിയതിന് 7 വർഷം കർത്തൃമേശ എടുക്കാതിരുന്നവരെ എനിക്കറിയാം. അപ്പുറത്തോട്ട് നിന്ന ഒരു തൂമ്പ മണ്ണിന് ഇന്നും കോടതിയിൽ കയറി നിൽക്കുന്ന സഹോദരങ്ങൾ എനിക്കറിയാം. വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറല്ല. സമ്പത്തുകളുടെ അപഹാരം പോട്ടെന്ന് വെക്കുന്ന എപ്പോഴാണെന്നറിയാമോ? സ്വർഗത്തിൽ എനിക്ക് സമ്പത്തുണ്ട്. എന്റെ സമ്പത്ത് സ്വർഗത്തിലുണ്ട്. ഈ വെളിപ്പാട് കിട്ടിയതുകൊണ്ടാ അവർ പാടിയത് എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെ ഇല്ല ഒന്നും. നമ്മളെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും അവന് പറ്റുമെന്ന് പാടാൻ. ചില പാട്ടുകൾ നമ്മൾ പാടരുത്. വീടുമില്ലാരുമിൽ വലിയ ഇരുന്നലയുടെ കീഴിൽ ഇരുന്നുകൊണ്ടാ പാടുന്നത്. ചിലത് നമ്മൾ പാടാൻ പോകരുത്. പണ്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ മുമ്പിൽ തിണ്ണയ്ക്ക് കുത്തിയിരുന്ന് പാടിയതാണ്. നമ്മൾ പാടുമ്പോ അറ്റ്ലീസ്റ്റ് മനസ്സാക്ഷിയിലും നോക്കണം, ഇതെനിക്ക് പാടാൻ യോഗ്യത. എന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെ ഇല്ല ഒന്നും. യേശു മാത്രം സമ്പത്തെന്ന് ഈ പ്രസംഗിക്കുന്ന എനിക്ക് പോലും ഒരു വിക്കുണ്ട് ഇത് പാടുമ്പോ. നമ്മുടെ സമ്പത്യം എന്നൊക്കെ പറഞ്ഞ് പലതും അവിടെ ഇവിടെയൊക്കെ സ്വരൂപിച്ച് വെച്ചേച്ചാ പറയുന്നത് അല്ല. അതിനേക്കാൾ ഉപരിയായി സ്വർഗത്തിൽ എനിക്കൊരു സമ്പത്തുണ്ട്. ഈ ഒരു കാഴ്ചപ്പാട് ഇന്ന് രാത്രി നിങ്ങൾ പ്രാപിക്കണം. നിങ്ങൾ ഈ നേടുന്നതെല്ലാം ഇട്ടെറിഞ്ഞു പോകേണ്ടതാണ്. നമ്മൾ ഈ അധ്വാനിക്കുമ്പോൾ സ്വർഗീയ ബാങ്കിൽ എന്ത് നിക്ഷേപിച്ചു അതായിരിക്കും നമുക്ക് നീക്കി ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവ വൈതലേ, ദൈവം നിങ്ങളെ വിളിച്ചിറക്കിയത് മറ്റൊരു രാജ്യത്തേക്ക് പോകാനാ. ആ രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് തന്ന് നമ്മളെ മാനിക്കാനാ ദൈവം വിളിച്ചിരിക്കുന്നത്. ആ രാജ്യത്തെ കുറിച്ച് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ അറിയണം. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങളെ എവിടെ നിന്ന്, നിങ്ങളെ എവിടേക്ക്, ആര്, ഇത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ ഇനി ഇടറത്തില്ല. നിങ്ങൾക്ക് ആ രാജ്യത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമായിരിക്കും. ഇറങ്ങാൻ പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങും. തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, തിരിഞ്ഞു നോക്കത്തില്ല. ഈ ലോത്തിന്റെ ഭാര്യ എന്ത് ചെയ്തു? തിരിഞ്ഞു നോക്കിയതിന്റെ ഫലമായിട്ട് എന്താ തിരിഞ്ഞു നോക്കിയത്? എനിക്ക് നീ സാരി വല്ലതും ആ ആഴ്ചയിലെങ്ങാണ് മേടിച്ചു വെച്ചിരുന്നത് എടുക്കാൻ മറന്നുപോയതോ എന്താ പ്രശ്നമെന്ന് അറിയത്തില്ല. അവരെന്തായാലും തിരിഞ്ഞു നോക്കിയതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ഇവിടെ നമുക്ക് ചിലതുള്ളത് കൊണ്ടാണ് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടി വരുന്നത്.
ഇല്ലെങ്കിൽ ഇന്ന് വിളിച്ചാലും പോകാൻ നമ്മൾ തയ്യാറായി നിൽക്കുക. ഒരു പ്രത്യേക ജാതിയാ ദൈവത്തിന്റെ സഭ, ഒരു പ്രത്യേക ജനമാ ദൈവത്തിന്റെ സഭ. അവർ മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നവരാ. UK-യിലും ആരാധിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഈ സത്യം തിരിച്ചറിയണം. സ്വർഗത്തെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ വളരെ ചുരുക്കമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. എന്നാൽ എനിക്കും ഈ കർത്താവിന്റെ ദാസന്മാർക്കും പറയാനുള്ളത്, നമ്മളെ വിളിച്ചത് അവിടെ പോകാൻ. ഈ കർത്താവിന്റെ ദാസനെ ഞങ്ങൾ ഷെയർ ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ, നിങ്ങളെ വിസിറ്റ് ചെയ്യുന്നതും നിങ്ങളെ പഠിപ്പിക്കുന്നതും നിങ്ങളെ വഴക്കു പറയുന്നതും ഒറ്റ ഉദ്ദേശം, അവിടെ എത്തിക്കണം. ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങളുടെ കേടുപാടുകൾ, ആ മുറിവേറ്റു വഴിയിൽ കിടന്ന മനുഷ്യനെ അവിടെ നിന്ന് എണ്ണയും മീനും പകർന്നിട്ട് സത്രത്തിൽ കൊണ്ടുവന്നാക്കി. എന്തിനാണെന്നറിയാമോ? അവിടെ ഒരു അല്പകാലത്തെ ശുശ്രൂഷയുണ്ട്. ആ മുറിവുകളെല്ലാം ഒന്ന് കരിയണം. അവൻ മടങ്ങി വരുന്നിടം വരെ ഒരു സത്രത്തിൽ നമ്മളെ നിർത്തിയിരിക്കുക. ഇവിടെ കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. വഴിയിൽ മുറിവേറ്റ് കിടന്ന നമ്മളെ അവനാ കോരിയെടുത്തുകൊണ്ട് വന്നത്. എന്തിനാ? മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ. ഇവിടെ എഴുതിയിരിക്കുന്നു, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്ന് അവരെന്ത് ചെയ്തു? അറിഞ്ഞു. മറ്റവരെന്ത് ചെയ്തു? കണ്ടു. ദൂരത്ത് നിന്നുകൊണ്ട് കണ്ടു. എവരെന്ത് ചെയ്തു? അറിഞ്ഞു. കണ്ടവർ, അറിഞ്ഞവർ, നമ്മുടെ കാഴ്ച, നമ്മുടെ അറിവ് അതെവിടെ നിൽക്കുന്നു? ഇവിടെ നമുക്ക് വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം, 1 മുതലുള്ള വാക്യം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായി ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഞാൻ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ പ്രസംഗിച്ചാൽ എവിടെയെങ്കിലും ഇത് പ്രയോജനമാകുമോ? ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ, അന്വേഷിപ്പീൻ, ചിന്തിപ്പീൻ എന്ന് പറഞ്ഞാൽ കാല് മാത്രമേ ഇവിടെ ആകാവൂ, തല സ്വർഗവുമായിട്ടാ. നമ്മുടെ ചിന്ത, നമ്മുടെ അന്വേഷണം അത് ഉയരത്തിലുള്ളതാണ്. എന്താ ഇങ്ങനെ അപ്പോസ്തലൻ പറയാൻ കാര്യം? ഞാൻ പറയാം. നിങ്ങൾ ശരിക്ക് ഇതൊന്ന് ആഴമായി മനസ്സിലാക്കിയാൽ നമ്മുടെ ചിന്ത അങ്ങോട്ടേ പോകും. നമ്മുടെ പേരെഴുതിയിരിക്കുന്നത് എവിടാ? എല്ലാവർക്കും പറയാൻ പറ്റൂ? നമ്മുടെ പേരെഴുതിയിരിക്കുന്നത് എവിടാ? സ്വർഗത്തിൽ അല്ലേ? നമ്മുടെ മഹാപുരോഹിതനായ ക്രിസ്തു ഇരിക്കുന്ന എവിടെയാ? സ്വർഗത്തിലാണ്. നമുക്ക് വാസസ്ഥലം പണിഞ്ഞുകൊണ്ടിരിക്കുന്ന എവിടാ? സ്വർഗത്തിൽ. ക്ഷയവും വാട്ടവും മാലിന്യം ഇല്ലാത്ത അവകാശം എവിടെ ഇരിക്കുന്നത്? സ്വർഗത്തിൽ. ഇത്രയും കാര്യം അവിടെ ഇരിക്കുമ്പോ നമ്മുടെ ചിന്ത ഇവിടെ കിടക്കും. പേരെവിടാ? സ്വർഗത്തിൽ. ഒന്നുകൂടെ ഉണ്ട്, പൗരത്വം എവിടാ? നമ്മുടെ പൗരത്വമോ? ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം അതിന്റെ കൂടെ ഒന്ന് വായിച്ചേ. ഫിലിപ്പിയർ 3:17. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പീൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃകപ്രകാരം നടക്കുന്നവരെ കുറുക്കൊള്ളുവീൻ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിൽ ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, നാശം. അവരുടെ ദൈവം വയറ്, ആരും മിണ്ടുന്നില്ല. അവരുടെ ദൈവം വയറെന്ന് പറഞ്ഞാൽ രാവിലെ ഈറ്റിങ്, പിന്നെ ഉച്ചയ്ക്ക് ഈറ്റിങ്, വൈകിട്ട് ഈറ്റിങ്. ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒന്നേ ഇല്ല. പിന്നെ വല്ലപ്പോഴും ഒരു മീറ്റിംഗും ഉണ്ട്. ആ ഫാസ്റ്റിംഗ് അവരുടെ ടൈം ടേബിളിൽ പോലും എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. എനിക്ക് ഇഷ്ടമുണ്ട് ഈ ഫാസ്റ്റിംഗ് എടുത്തില്ലേലും ഫാസ്റ്റിംഗ് നടക്കുമ്പോൾ പുറു കൊടുത്തോണ്ട് നടക്കരുത്. ചിലർ സഭയെ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ വെളിയിൽ നടന്നു ആവശ്യമില്ലാതെ പറഞ്ഞു നടക്കും. അങ്ങനെയൊക്കെ ഇപ്പൊ ജോലിയൊന്നുമില്ല, വെറുതെ ഇപ്പൊ ഫാസ്റ്റിംഗ് എടുക്കേണ്ട കാര്യമുണ്ടോ? ഇത് ഉപവാസം എടുക്കാൻ വയ്യാത്തോണ്ടാ ഇപ്പൊ ഉപവാസത്തിന്റെ ആവശ്യമുണ്ടോ? ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ദൈവം വയറല്ല. ഞാൻ പറയുന്നത് എന്റെ വയറ് കേൾക്കണം, അതാ എന്റെ കൺട്രോൾ. വയറ് പറയുന്നതല്ല ഞാൻ കേൾക്കേണ്ടത്, ഞാൻ പറയുന്നത് എന്ത് ചെയ്യണം? ഇന്ന് രാവിലെ ആഹാരം തരത്തില്ലെന്ന് ഞാൻ എന്റെ വയറിനോട് പറഞ്ഞാൽ എന്റെ വയർ അനുസരിക്കണം. അതാ പൗലോസ് പറഞ്ഞു, ഞാൻ എന്റെ ശരീരത്തെ നിയന്ത്രിച്ച് എന്റെ കൺട്രോളിലാക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്റെ ശരീരം പറയുന്നത് ചെയ്യാനല്ല. ശരീരം പറയാ കുറച്ചു നേരം ഇവിടെ കിടന്നങ്ങ് ഉറങ്ങിടാം, പക്ഷെ എന്റെ ഉള്ളം പറയുന്ന എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. ഏതനുസരിക്കണം? ശരീരം പറയുന്നതല്ല ഞാൻ അനുസരിക്കുന്നത്. ശരീരം പറയുക ഡ്യൂട്ടിക്ക് വന്ന സമയമെന്ന് പറഞ്ഞാൽ എഴുന്നേക്കത്തില്ല, അന്നേരം എഴുന്നേക്കും. ഒരു സ്തോത്രം പോലും പറയാതെ ബാത്റൂമിൽ കയറി ഇറങ്ങി അപ്പോഴേ നമ്മൾ പോയിരിക്കും. എന്നാൽ ശരീരം പറയുക ഇന്ന് ലീവ് ഉള്ള ദിവസമല്ലോ, ഇന്ന് അപ്പൊ അതുപോലെ എഴുന്നേക്കുന്നതിന് അന്നേരം എഴുന്നേറ്റ് ഇന്ന് അങ്ങ് പ്രാർത്ഥിച്ചാലോ. ഒന്നുകൂടെ തിരിഞ്ഞ് അവിടെ ശരീരത്തെ നമ്മൾ അനുസരിക്കുന്നത്.
സോറി, അവിടെ ശരീരത്തെ നമ്മൾ എന്ത് ചെയ്യും? അനുസരിക്കും. ഉള്ളം പറയുന്ന അനുസരിക്കത്തില്ല. ഇവിടെയാണ് നമ്മുടെ വ്യത്യാസം വെളിപ്പെട്ട് വരുന്നത്. അവരുടെ ദൈവം വയറ്, ഒരു വാക്കുകൊണ്ട് എഴുതി, ലജ്ജയായതിൽ അവർക്ക് എന്ത് ചെയ്യുന്നു? ആരും തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത്, അല്ലേ? ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അവരാരാ? അവർ പ്രാകൃതന്മാരാ. അവർ പ്രാകൃതന്മാർ. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. പക്ഷെ നമ്മൾ ദൈവവൈതല. നമ്മുടെ ചിന്ത ഉയരത്തിലുള്ളത്. ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ യഥാർത്ഥമായി വീണ്ടും ജനിച്ചിട്ടുണ്ടെങ്കിൽ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സ്വർഗത്തെ കുറിച്ചും ചിന്തിക്കും. യഥാർത്ഥമായി വീണ്ടും ജനിച്ച ഒരു ദൈവവൈതലാണ്. ഒറ്റ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സ്വർഗത്തെ കുറിച്ചും ചിന്തിക്കും. അതിന്റെ അർത്ഥം നമ്മുടെ പേരെവിടെ, നമ്മുടെ വാസസ്ഥലം എവിടെ, നമ്മുടെ പൗരത്വം എവിടെ, നമ്മുടെ അവകാശം എവിടെ, അവിടെയാ. നമ്മുടെ മഹാപുരോഹിതൻ അവിടെയാ. അതുകൊണ്ട് നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണം, ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ഇതാ നമ്മുടെ വിളി. ഇവിടേക്കാണ് നമ്മളെ വിളിച്ചത്. നമ്മുടെ പൗരത്വമോ അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. ഒരു കൂട്ടർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ ഇതിനകത്ത് പൗലോസും ഉണ്ട്. പൗലോസൂടെ ഉണ്ട്. നിങ്ങളുടെ പൗരത്വമൊന്നല്ല, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാ. ഒരു കൂട്ടം ആൾക്കാർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അവർക്ക് പൗരത്വത്തെ കുറിച്ച് ബോധമില്ല. ദൈവം നമ്മളെ ഒരു ചെറിയ ഗ്രൂപ്പിനെ വിളിച്ചിറക്കിയിരിക്കുന്നത് എന്തിനാ? ഒരുപക്ഷെ നമ്മുടെ അടുത്ത് സുവിശേഷം പറയുവാൻ വന്നപ്പോൾ പറഞ്ഞത്, സഹോദരി അനുഗ്രഹിക്കും കേട്ടോ, ദൈവം വിടുവിക്കും കേട്ടോ, ഇതൊക്കെ ആയിരിക്കും നമ്മൾ കേട്ടത്. നോ, അതിനപ്പുറമായി ഒന്നുകൂടെ ഉണ്ട്. നിനക്കൊരു സ്വർഗം തരാൻ പോവുക. അതിനാ നിന്നെ ദൈവം വിളിച്ചത്. ഭൂമിയിലുള്ളത് തരാനല്ല, സ്വർഗത്തിലുള്ളത് പറയുമ്പോൾ സന്തോഷിക്കണം. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. അവിടുന്ന് നാട്ടിൽ നിന്ന് ഒരാൾ വന്ന് നമ്മുടെ തലയൊക്കെ വെച്ച്, നിന്നെ ഞാൻ UK നിന്ന് ആസ്ട്രേലിയ വിട്ടാ, ഇത് പറയാനാണെന്ന് ഒരാളെ ദൈവം ഇവിടോട്ട് വിട്ടു. ഇപ്പോഴത്തെ വണ്ടി മാറി വേറൊന്ന്, ഒരു തോട്ടത്തിന്റെ വസ്തുവിന്റെ പ്രമാണത്തിന് അടിയിൽ ഒപ്പിടാൻ പോകുന്നത് ഞാൻ. അയ്യോ, ഇതൊക്കെ കാണുമ്പോഴത്തെ എന്തോ ഒരു ആരാധനയാ. ഭൗമികമായത് വണ്ടി മാറുന്നു, സ്റ്റേറ്റ് മാറുന്നു, രാജ്യം മാറുന്നു, വസ്തു പ്രമാണം ഒപ്പിടാൻ പോകുന്നു. ഓ, ദൈവം പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നുമല്ല പുതിയ നിയമവിശ്വാസിയുടെ വാക്തത്വം. നമ്മുടെ വാക്തത്വം നിത്യതയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളം വേദനിക്കണം. ഇതിനല്ല എന്നെ വിളിച്ചത്, എന്നാൽ ഇതൊക്കെ തരാൻ ദൈവം വിശ്വസിക്കും. ഇതൊന്നും തരത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇതിനേക്കാൾ അപ്പുറമായി മറ്റൊന്ന് തരാനാ ദൈവം വിളിച്ചത്. അവിടെ നിന്ന് ഫ്ലൈറ്റിലൂടെ ഒരാളെ ഇവിടെ കൊണ്ടുവന്നത് ഈ ദൂത് പറയാനല്ല, നിത്യത നിനക്കായി ഒരുക്കിയിരിക്കുന്നു. അവിടേക്ക് പോകാൻ നീ ഓരോ ദിവസവും ഒരുങ്ങുക. അതിനായി നീ കരുതുക. ഇസ്രായേൽ മക്കളുടെ ഒന്നാമത്തെ വിളി, ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത കനാനിലേക്ക് പോകാൻ അവരെ വിളിച്ചെങ്കിൽ നമ്മുടെ വിളി കനാനല്ല, അതിലുപരിയായി ദൈവം ഒരുക്കുന്ന രാജ്യത്തിലേക്ക് പോകാൻ. ആ ഒരൊറ്റ കാര്യത്തിന് ദൈവം നമ്മളെ എന്ത് ചെയ്തത്? വിളിച്ചിറക്കിയത്. പഴയ നിയമ ഇസ്രായേലിന്റെ വിളിയുടെ രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. 4-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം, അതിന്റെ 23-ാം വാക്യം. പുറപ്പാട് 4:23. എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് ടു മിനിസ്റ്റർ ഗോഡ്. എന്തിനാ ദൈവം നമ്മെ വിളിച്ചത്? തന്റെ രാജ്യത്തിൽ കൊണ്ടുപോകുവാൻ. എന്നാൽ ആ രാജ്യത്തിൽ എത്തുന്നതിന് മുൻപ് നിനക്ക് ഇവിടെ ചില കാര്യമുണ്ട്. എനിക്ക് നീ എന്ത് ചെയ്യണം? ശുശ്രൂഷ ചെയ്യണം. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഞാൻ ലേലം ചെയ്തിട്ടുണ്ട് ചില സമയത്ത്. ഒരു സൺഡേ സ്കൂൾ അധ്യാപികയ്ക്ക് വേണ്ടിയിട്ടൊക്കെ. ആരുണ്ട്? ഒരു വേക്കൻസി ഉണ്ട്. ആരുണ്ട്? പഠിപ്പില്ലാഞ്ഞിട്ടല്ല, മടി കൊണ്ട് അതിന് തയ്യാറാകാതിരുന്നിട്ടുണ്ട്. ഒന്നും അറിയാത്ത 4 കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കാൻ സഭയിൽ ഒരു അവസരം കിട്ടിയാൽ ചാടി വീഴണം. എന്റെ ഈ ആയുസിൽ ദൈവം തന്ന ശുശ്രൂഷയാണെന്ന്. അത് ദൈവം എനിക്ക് തന്നൊരു ശുശ്രൂഷയാണ്. ആലയത്തിനകത്ത് എന്ത് ചെയ്യുന്നത് നമ്മൾ ലജ്ജിക്കരുത്. ഒരു പായിടുന്നതിനകത്ത് ലജ്ജിക്കരുത്. ഒരാളെയും കൂടെ ഒന്ന് ഉത്സാഹിപ്പിച്ച് യോഗത്തിന് കൊണ്ടുവരുന്നെങ്കിൽ അതൊരു ശുശ്രൂഷയാ. എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ പഴയ നിയമത്തിലെ ലേവി ഗോത്രത്തിന് മാത്രമേ ശുശ്രൂഷിക്കാൻ ദൈവം അവസരം കൊടുത്തിരുന്നുള്ളൂ. പുതിയ നിയമ വിശ്വാസിയോട് പറയാ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ശുശ്രൂഷിക്കാം. ശുശ്രൂഷയ്ക്കായിട്ടുള്ളൊരു വിളി എല്ലാവരുടെ മുകളിലുമുണ്ട്, എല്ലാവരിലുമുണ്ട്. അതിനി ഒരു പ്രത്യേക വിളി വേണമെന്നില്ല. പ്രത്യേക വിളി ഉണ്ടെങ്കിൽ
പ്രത്യേക തരത്തിൽ ചെയ്യാൻ ഇടയാകട്ടെ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ദൈവം നമ്മളെ വിളിച്ചത് ടു മിനിസ്റ്റർ ഗോഡ്, ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാൻ. അത് ദൈവമായി എന്നെ ഏൽപ്പിച്ചത്. ചില പുള്ളികളുണ്ട്, എന്തെങ്കിലും ഒരു വിഷയം എഴുതുക, ഞാൻ യൂത്ത് മീറ്റിംഗിന്റെ അങ്ങ് രാജിവെക്കുക, വേറൊരാൾ രാജിവെക്കുക. അപ്പൊ എവന്റെ ബോധി ഇത് എവനെ ദൈവം ഏൽപ്പിച്ചാണെന്നൊരു ബോധമില്ല. 7-8 വട്ടമൊക്കെ രാജിവെക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ബ്രദറെ, ഈ സഭയുടെ ഒരു കാര്യവും മനുഷ്യനല്ല എന്നെ ഏൽപ്പിച്ചത്, ദൈവമായി എന്നെ ഏൽപ്പിച്ചെന്നൊരു ബോധം വരണം. അപ്പോൾ രാജിവെക്കണം ആരുടെ തീർന്നിട്ടാ? ഇതാണ്ട് ദൈവമേ, ഞാൻ രാജി, നീ എന്നെ ഏൽപ്പിച്ചു. ഇത് മനുഷ്യരാരാണ്ട് അടിച്ചേൽപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അതിലെ കറവയുള്ള പശുക്കിടാങ്ങളുടെ വണ്ടിക്കകത്ത് പെട്ടകം വെച്ച് വെച്ചപ്പോ അത് തിരിഞ്ഞു നോക്കി കരഞ്ഞോണ്ട് ഇതെന്നാ. ഇങ്ങനെ കരഞ്ഞു പിടിച്ചൊന്നും ചുമക്കണ്ട. നല്ല മനസ്സുണ്ടെ ചെയ്താണ്, നല്ല പൂർണ്ണ മനസ്സുണ്ട്. എന്റെ കർത്താവിന് വേണ്ടിയിട്ട് ഇതെന്നെ ദൈവം ഏൽപ്പിച്ചത്, ഞാനത് വിശ്വസ്തയോടെ ചെയ്യും. അതൊരു ഒരു ദിവസമേ ഉള്ളെങ്കിലും ദൈവം എനിക്കൊരു ശുശ്രൂഷ തന്നിരിക്കും. ഞാൻ സമയം പറഞ്ഞിട്ടുണ്ട്, പല കുഞ്ഞുങ്ങളും പാടാനൊക്കെ കയറുമ്പോ നിന്റെ പിതാവോ മാതാവോ ആഗ്രഹിക്കാത്ത ഒരു വേദിയിലാണ് നിന്നെ നിർത്തിയിരിക്കുന്നത്. ഈ ആലയത്തിൽ ഒരു പാട്ട് പാടാൻ നിനക്ക് തന്നത് ഏറ്റവും വലിയൊരു പദവിയായി നീ കാണണം. ഒരു കീബോർഡ് വായിക്കാൻ തന്ന പദവി ഏറ്റവും വലിയ പദവിയായി കാണണം. ആലയത്തിനകത്ത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഒരു ശുശ്രൂഷ ചെയ്യാൻ എന്നെ ദൈവം വിളിച്ചിരിക്കുകയാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ട് ചോദിക്കുക, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കൊച്ചായുസിൽ കർത്താവ് പറയുന്നു, എന്റെ ജനത്തെ വിട്ടുതാ. ആർക്ക് ശുശ്രൂഷ ചെയ്യാൻ? ദൈവത്തിന് ശുശ്രൂഷ. നമ്മൾ എന്ത് ചെയ്യുന്നതും ദൈവത്തിനാണെന്നുള്ള ബോധ്യത്തിൽ ചെയ്താൽ നമുക്ക് പൂർണ്ണ വിശ്വസ്തത ഉണ്ടായിരുന്നു. ഒരു മനുഷ്യനെ കണ്ടില്ലെങ്കിലും ദൈവം അത് കാണുന്നു. നിങ്ങളെ ഒരു ദിവസം ദൈവം ആദരിക്കുമെന്നുള്ളതിന് യാതൊരു വിധത്തിലും നിങ്ങൾക്ക് മടി വേണ്ട. വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. അടുത്ത 5-ാം അധ്യായം 1-ാം വാക്യം. അതിനുശേഷം മോശെയും അഹരോനും ചെന്ന് ഫറവോനോട്, മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എന്റെ ജനത്തെ എന്ത് ചെയ്യാം? വിട്ടുതരാം. 1, വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൽ പോകാൻ അവരെ വിട്ടുതാ. 2, എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ അവരെ വിട്ടുതാ. 3, മരുഭൂമിയിൽ അവർ എനിക്ക് എന്ത് ചെയ്യണം? ഉത്സവം കഴിക്കണം. ഉത്സവം കഴിക്കണം. അതിനായിട്ട് അവരെന്ത് ചെയ്യണം? വിട്ടുതരിക. ഉത്സവം എന്നൊക്കെ പറഞ്ഞ പഴയ കാലത്ത് ഓർമ്മയൊക്കെ പലർക്കും വരുന്നുണ്ട്. ഉത്സവം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരുത്തന്നെ ഇപ്പൊ ആത്മഹത്യ ചെയ്യാനിരിക്കുകയാണെങ്കിലും അവന് പറയാ, എന്തായാലും ഉത്സവം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു. കാരണം അത്ര സന്തോഷം. ഉത്സവം എന്ന് പറഞ്ഞാൽ ജനം ഭയങ്കര സന്തോഷം ചെയ്യുന്ന ദിവസമാണ്. ഇസ്രായേൽ മക്കള് ദൈവം എപ്പോഴും അവർക്ക് കൊടുത്തിരുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് എന്റെ ജനം എന്ത് ചെയ്യണം? ആ ഉത്സവം ആചരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സന്തോഷിക്കണം. സന്തോഷം. ഞാൻ ഇത് പറഞ്ഞിട്ട് ചിലരുടെ മുഖത്തൊരു ചിരിയൊന്നും ഇങ്ങോട്ട് വന്ന വഴിക്ക് വണ്ടി ഇടിച്ചേച്ച് വന്ന പോലെ ആരാധനയ്ക്ക് വന്നാലും ചിരിക്കത്തില്ല, മനുഷ്യനെ കണ്ടാലും ചിരിക്കത്തില്ല. ആകെ മനുഷ്യന് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? ചിരിക്കാനുള്ള ഒരു ഇത് ദൈവം കൊടുത്തിട്ടുള്ളൂ. ഇത് ഇരിക്കത്തേ ഇല്ല. അല്ല, കടന്നിൽ കുത്തിയതുപോലെ ഇരിക്കും. നമുക്കിത് കാണുമ്പോൾ അങ്ങ് ടെൻഷനാ, ഇനി എന്തോ വിചാരിച്ചിട്ട്. എനിക്ക് അങ്ങനെയൊക്കെ ഒരു രോഗമുണ്ട് കേട്ടോ. വിശ്വാസികൾ വന്ന് ചിരിക്കാതൊക്കെ ഇരുന്ന പാസ്മങ്ങളുണ്ടോ? ഒരു സന്തോഷം ഇല്ലാതെ നമ്മൾ എന്തോ പ്രസംഗിച്ചിട്ട് ഒരു സന്തോഷം ഇല്ലായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് എന്തോ പറ്റി. പിന്നെ ഈ യോഗം കഴിയുമ്പോഴാണ് ഞാൻ വീട്ടിൽ വഴക്കുണ്ടാക്കിച്ച് വന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മള് ഈ വീട്ടിൽ വഴക്കുണ്ടാക്കിച്ച് വരുന്ന നമ്മൾ അറിയുന്നില്ലല്ലോ. സഭായോഗത്തിന് പ്രാർത്ഥിക്കുന്നത് പോലും ഇപ്പം ആത്മാവ് പ്രേരിപ്പിക്കുന്നവരൊന്നും പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞു വെക്കുക. നമ്മൾ പറയുന്നവർ പ്രാർത്ഥിച്ചാൽ മതി. കാരണം ഒരു ദിവസം അയാളെ കയറി പ്രാർത്ഥിച്ചു. ആ യോഗം കഴിഞ്ഞപ്പോഴും അമ്മ പറഞ്ഞു, എന്റെ പാസ്റ്റർ അയാളെ കൊണ്ട് എന്തിനാ പ്രാർത്ഥിപ്പിച്ച് എന്നെ മുതുക് ഇടിച്ചാ. വിശുദ്ധന്മാർ കരങ്ങളെ ഉയർത്തി എന്ത് ചെയ്യണമെന്നാ? ഒരു സഭായോഗത്തിന്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ എന്തോ കൃപയോടെ പറയണ്ടേന്നറിയാമോ? 2 പാട്ടുമൊക്കെ പാടി ആരാധിച്ചേച്ച് അങ്ങോട്ട് ഇരിക്കുമ്പോ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വെടി പൊട്ടുന്ന പോലെ പ്രാർത്ഥിക്കേണ്ടതാ. അന്നും രാവിലെ ഭാര്യയും ഭർത്താവ് ഇടി ഉണ്ടാക്കി വെച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ. അങ്ങനെ പ്രാർത്ഥിക്കണ്ട. ഒരാള് പ്രാർത്ഥിച്ചില്ലെങ്കിൽ സഭായം നടക്കത്തില്ലയോ? നടക്കും. പിന്നെ നമ്മളതൊക്കെ ഒരു രീതി ഇങ്ങനെ ശരിയാക്കി വെച്ചിരിക്കുന്നു. ഇനി ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലും സഭായം നടക്കും. പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ അത്ര പ്രാഗൽഭ്യം ഉണ്ടെങ്കിലേ പ്രാർത്ഥിക്കാം. അപ്പൊ സന്തോഷിക്കുക. ജനം എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ സന്തോഷിക്കണം. ഇവിടെ സന്തോഷിക്കാൻ പറ്റില്ല, പിന്നെ എവിടെ സന്തോഷിക്കുന്നേ? ലോകത്തിലെ മുഴുവൻ കോടീശ്വരന്മാരുടെയും ചരിത്രം എടുത്ത് പഠിച്ചപ്പോൾ അവര് പറയുന്നത്, ആ ചരിത്രത്തിലൂടെ പറയുന്നത്, ആ കോടീശ്വരന്മാർ മിക്കപേരും മരിക്കുന്നതിന് തൊട്ട് മുമ്പ്
അവരുടെ ചരിത്രങ്ങൾ എഴുതിയിരിക്കുന്നത് അവർ നിരാശിതരായിരുന്നു. അതിലൂടെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, പണം നമുക്ക് സന്തോഷം തരത്തില്ല. ഇനി പണമോ സന്തോഷം തരുന്ന ഒരാൾ പറയുന്നേ, എത്ര പണം കിട്ടിയാൽ സന്തോഷിക്കും? അതൊന്ന് പറഞ്ഞേ. അത് പറയാനെങ്കിൽ അറ്റാക്ക് വരും പുള്ളിക്ക്. അത് പറയാനായിട്ട് പുള്ളി വിമിഷ്ടപ്പെട്ടിട്ട് എന്ത് വരും? അറ്റാക്ക് വരും. കാരണം ഈ പുള്ളിക്കാൻ അറിയത്തില്ല എത്ര തുക കിട്ടിയാൽ സന്തോഷിക്കും. ഈ പണം കിട്ടിയാൽ ഒന്നും സന്തോഷിക്കത്തില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചതിനേക്കാൾ അധികം സന്തോഷം എന്റെ ഹൃദയത്തിൽ ദൈവം തന്നു. അതേതാണ്? യാഗിലെ സന്തോഷം. പിതാവാം ദൈവത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? സന്തോഷിക്കാം. കർത്താവിൽ നമുക്ക് എന്ത് ചെയ്യാം? സന്തോഷിക്കാം. പരിശുദ്ധാത്മാവിൽ നമുക്ക് എന്ത് ചെയ്യാം? സന്തോഷിക്കാം. വചനത്തിൽ എന്ത് ചെയ്യാം? സന്തോഷിക്കാം. രക്ഷയുടെ സന്തോഷം. ഈ 5 സന്തോഷങ്ങളെ വെല്ലാൻ ലോകത്തിലെ വികാലാൻഡികൾക്കൊന്നും പറ്റത്തില്ല. ചിലർക്ക് ഇതെല്ലാം കഴിഞ്ഞേച്ച് വികാലാൻഡിൽ ഒന്ന് പോയിച്ച് വരാൻ പറ്റും. വെക്കേഷൻ അവിടെ ചെന്ന് ഒന്ന് കുത്തി മറിഞ്ഞേച്ച് വന്നെങ്കിൽ വികാലാൻഡിലൊക്കെ പോയി കേട്ടോ, രണ്ട് വലിയ കാര്യം സാധിച്ച പോലെ പോയി 4 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചേച്ച് വരാം. അവിടെ വല്ലതും ഉണ്ട് എന്നോട് വേദനിക്കട്ടെ. നമ്മുടെ സന്തോഷം എവിടെയാ പൂർണ്ണമാകുന്നത്? കർത്താവിന്റെ സന്നിധിയിൽ. പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ചു നോക്ക്. കർത്താവിൽ ഒന്ന് സന്തോഷിച്ചു നോക്ക്. ആ രക്ഷയുടെ സന്തോഷമൊക്കെ പോയപ്പോ ദാവീദ് നിലവിളിക്കുക, എന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. നഷ്ടപ്പെട്ടപ്പോൾ അവനുണ്ടായ വേദന മനസ്സിലാക്കി. രക്ഷയ്ക്കൊരു സന്തോഷമുണ്ട്. അതുകൊണ്ടല്ലേ കർത്താവിൽ വിശ്വസിച്ചത് കൊണ്ട് അവർ വീടടങ്കം ആനന്ദിച്ചു. കർത്താവിൽ വിശ്വസിച്ചത് കൊണ്ട് വീട് മുഴുവനും ആനന്ദിച്ചു. ആ സന്തോഷം ഇസ്രായേൽ മക്കൾക്ക് 7 ഉത്സവം ദൈവം കൊടുത്തതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, വർഷത്തിൽ 7 പ്രാവശ്യം അവർ എന്ത് ചെയ്യണം? ഒന്നിച്ചുകൂടി സന്തോഷിക്കണം. പെസഹ ഈ 7 ഉത്സവത്തിനും 7 കാലങ്ങളൊക്കെ ഉണ്ട്. അത് കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങള്. പെസഹ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാള്, ആദിപലക്കറ്റയുടെ പെരുന്നാള്, പെന്തക്കോസ്ത് പെരുന്നാള്. ഇത് 4 കഴിഞ്ഞ പിന്നെ ഇടവേളയാണ്. പിന്നെ 3 പെരുന്നാളിന് ഇടയ്ക്ക് ഒരു ഇടവേളയുണ്ട്. ആ ഇടവേള ഇപ്പൊ നടക്കുന്നത്. പെന്തക്കോസ്ത് പെരുന്നാൾ കഴിഞ്ഞു. ഇനി കേൾക്കേണ്ടത് കാഹള പെരുന്നാളാണ്. അതിനിടയ്ക്കാ സഭ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും വെറുതെ എഴുതി വെച്ചതല്ല, ഈ ഭൂമി സംഭവിക്കാൻ പോകുന്നതാ. പെന്തക്കോസ്ത് പെരുന്നാൾ കഴിഞ്ഞു മാളിക മുറിയിൽ. ഇനി അടുത്ത ഇടവേള കഴിഞ്ഞാൽ ഇനി കാഹള പെരുന്നാളാ. അത് കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ച, മഹാഭാവ പരിഹാര പെരുന്നാൾ, പിന്നെ കൂടാര പെരുന്നാൾ, ഏറ്റവും ഒടുവിൽ 7ാമത്തത്. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ തീരുക. 7 ഉത്സവം അവർക്ക് കൊടുത്തത് ലോകത്ത് സംഭവിക്കാൻ പോകുന്ന 7 സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഴയ നിയമം പ്രസംഗിക്കണമെങ്കിൽ കാര്യം ഗൗരവമായിട്ട് അതൊക്കെ അറിഞ്ഞിരിക്കണം. എങ്കിലേ നമുക്ക് പഴയ നിയമത്തിലെ സത്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഈ 7 ഉത്സവം അവർക്ക് കൊടുത്തതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, എന്റെ ജനം മരുഭൂമിയിൽ സന്തോഷിക്കണം. ദൈവം നമ്മളെ വിളിച്ചത് സന്തോഷിക്കാനാണ്. എവിടെ? കർത്താവിൽ. എവിടെ? പരിശുദ്ധാത്മാവിൽ. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, പരിശുദ്ധാത്മാവിലെ സന്തോഷം, രക്ഷയുടെ സന്തോഷം, വചനത്തിലെ സന്തോഷം, അവന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അത് രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. രാപകൽ ധ്യാനിക്കുന്നവനല്ല ഭാഗ്യവാൻ, അതിൽ സന്തോഷിച്ച്. നമുക്കൊന്ന് സന്തോഷിക്കണമെങ്കിൽ ഏതെങ്കിലും കോമഡി കാണണം. ഏതെങ്കിലും ചാനലിനകത്ത് വരുന്ന കോമഡി അവന്മാർ പറയുന്ന വിഡിത്തരം പറഞ്ഞെങ്കിലും എന്ത് ചെയ്യത്തുള്ളൂ? സന്തോഷിക്കത്തുള്ളൂ. അതിൽ സന്തോഷിച്ചേച്ച് പിന്നെ ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നിരുന്ന പാസ്റ്റർ ഉണ്ടോ ഞാൻ പുള്ളി സന്തോഷം പറ്റില്ല. കാരണം പുള്ളി അതിനേക്കാൾ വലുത് എന്ത് ചെയ്തേക്കുക കേട്ടോ. ഇനി അതി വലിയ കോമഡി വല്ല പാസ്റ്റർ പറയാൻ പറ്റും. ഭാവിയിൽ പറഞ്ഞതൊക്കെ അല്ല നമുക്ക് പറയാൻ പറ്റും. ഭാവിയിൽ പറഞ്ഞതിന് അപ്പുറമായിട്ട് സങ്കീർത്തനം ഉണ്ടാക്കാൻ പറ്റുമോ വെച്ചാൽ അതിനകത്തുള്ള കോമഡിയൊക്കെ അല്ല നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ലവന്മാർ അതിനേക്കാൾ വലുത് പറഞ്ഞേച്ചു വരിക. അച്യുതാനന്ദന്റെ വേഷം ഇട്ടതും ഉമ്മൻചാണ്ടിയുടെ വേഷം ഇട്ടതും ഒക്കെ കണ്ട് കുറെ അട്ടഹസിച്ച് ചിരിച്ചു വെച്ച് പിന്നെ സഭായത്തിന് വന്നിരിക്കുക. ഇവിടെ ചിരിക്കാൻ പറ്റത്തില്ല, കാരണം വേറൊരുത്തിന്റെ സന്തോഷം നീ കളഞ്ഞേച്ചു വരിക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവ പൈതൽ അതിന്റെ മുൻപിൽ അല്ല സന്തോഷിക്കേണ്ടത്, ദൈവസന്നിധിയിലാണ് സന്തോഷിക്കുന്നത്. നമ്മുടെ ആനന്ദം ദൈവസന്നിധിയിലായിരിക്കണം. ദൈവം അതാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്റെ ജനം സന്തോഷിക്കേണ്ടതിന് അവനെ വിട്ടുതരിക. അടുത്ത വേഗത്തിൽ ഒരു വാക്യം കൂടെ വായിക്കാം. 5-ാം അധ്യായം 3-ാം വാക്യം. എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു. അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ഖണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ പോയി ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങള് 3 ദിവസത്തെ വഴിയായിട്ട് എവിടെ പോകണം?
മരുഭൂമിയിൽ ചെന്ന് ആർക്ക് യാഗം കഴിക്കണം? ദൈവത്തിന് യാഗം കഴിക്കണം. യാഗം കഴിച്ചില്ലേ അവൻ എന്ത് ചെയ്യും? മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ എന്ത് ചെയ്യും? ബന്ധിക്കും. ആരാധിക്കാനാണ് നമ്മളെ വിളിച്ചത്, യാഗമർപ്പിക്കാനാണ് നമ്മളെ വിളിച്ചത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യുന്ന? ദണ്ഡിപ്പിക്കും. ശരീരങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിച്ച് ദൈവത്തിന് എന്ത് ചെയ്യണം? ആരാധന അർപ്പിക്കണം. നമ്മൾ ശരിക്കും റോമാലേഖനമൊക്കെ പഠിച്ചാൽ അവിടെ 3 ഏൽപ്പിച്ചു 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 എന്ന് എഴുതിയിട്ടുണ്ട്. റോമാലേഖനം എടുക്കാം 1-ാം അധ്യായം അതിന് 24-ാം വാക്യം, റോമർ 1:24. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. 26-ാം വാക്യം. അതുകൊണ്ട് ദൈവം അവരെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. ഇനി 28-ാം വാക്യം. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ഈ 3 ഏൽപ്പിച്ചു എന്നുള്ള പദത്തിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം, നമ്മൾ ദൈവസന്നിധി വന്ന് ആരാധിക്കുമ്പോൾ നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവും കൊണ്ട് ആരാധിക്കണ്ടേ. ഈ 3 ഭാഗവും ദൈവസന്നിധി ലയിച്ച് ചേരുമ്പോഴേ ആരാധന വരുന്നത്. ചിലര് പാട്ട് പാടുന്നെങ്കിലും അവിടെ ഒന്ന് കുഞ്ഞിനെ കളിപ്പിച്ച് സ്വോത്രഗീതം പാടുക നീ മനമേ ഭക്തഞ്ജയം നിശ്ചയം എന്നുണ്ട് അവനെ ചൂണ്ടുക, വർത്താനം പറയുക. അതിനിടയ്ക്ക് ഇടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സത്യം ഒന്ന് ഓർത്ത് നോക്കി. നമ്മൾ വാസ്തവത്തിൽ കണ്ണടച്ചാണ് പാടുന്നത്. നമ്മുടെ ഏകാഗ്രത അവിടെ വെളിപ്പെടുന്നുണ്ടോ? നമ്മൾ വെറും ഒരു ദേഹം അവിടെ കൊണ്ടുവെക്കുന്നല്ലേ ഉള്ളൂ. പിശാച് പറയും നിനക്ക് വണ്ടിക്കൂലിക്ക് പൈസ എന്താ, ആരാധനയ്ക്ക് പോകോളാം. കാരണം നീ ശരീരം അവിടെ കൊണ്ടുവച്ചാൽ ഭാഷ വഴക്ക് പറയത്തില്ല, അല്ലെങ്കിൽ ഹൃദയം എനിക്കും തന്നാൽ മതി, നിന്റെ മനസ്സെനിക്കും തന്നാൽ മതി. ഒരാളിങ്ങനെ യോഗത്തിലിരുന്ന് എഴുതി കൊടുക്കുക പ്രസംഗം. ഞാൻ വിചാരിച്ചു എന്റെ പ്രസംഗം നല്ല കാര്യമായിട്ട് എഴുതി കൊടുക്കുമെന്ന്. അബദ്ധത്തിന് ഇത് ബൈബിളിൽ നിന്ന് അറിയുകയാണ്. ഞാൻ നോക്കിയപ്പോൾ കണക്കെഴുതി വെച്ചേക്കുക. പുള്ളി ആഴ്ചയിലെ മുഴുവൻ കാര്യങ്ങൾ ഓർത്തോർത്ത് എന്ത് ചെയ്യുക? എഴുതിയെടുക്കുക. എന്റെ തൃപ്തി മൊത്തം പ്രസംഗം എഴുതിയെടുക്കുമായിരുന്നു. സമയം കിട്ടിയില്ല. എന്താ സംഭവിക്കുന്നത് അറിയാമോ? ദൈവം അവനെ അവന്റെ ദേഹം ഏൽപ്പിച്ചു കൊടുക്കും, ദേഹി ഏൽപ്പിച്ചു കൊടുക്കും, ആത്മാവിനെ ദൈവം ഏൽപ്പിച്ചു കൊടുക്കും. അവസാനം ദൈവത്തെ ആരാധിക്കേണ്ട ശരീരം ദൈവം മറ്റൊന്നിനെ ഏൽപ്പിച്ചു കൊടുക്കും. നമ്മൾ എപ്പോഴും ഓർത്തോണം, ദൈവസന്നിധി വരുമ്പോൾ ദൈവത്തോടുള്ള ഭയം നഷ്ടപ്പെടുന്നു. ഞാൻ എവിടെ ആയിരിക്കുന്നത്? ഞാൻ ആരുടെ മുൻപിലായിരിക്കുന്നത്? ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ പോലും കോടതി അലക്ഷ്യം എന്ന് പറഞ്ഞൊരു കേസുണ്ട്. കോടതി ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. അതിന് വിരുദ്ധമായി നാം നിന്നാൽ, ഇടപെട്ടാൽ, ഏത് സമയത്ത് ഒരു 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 മൊബൈൽ ബെല്ലടിച്ചതിന് അവനെ അപ്പോൾ തന്നെ പെറ്റി കേസ് അടിച്ചു, പിഴ അടച്ച ഇറങ്ങിപ്പാൻ പറഞ്ഞു. കോടതി പൈസ കിട്ടി. നമ്മൾ എത്ര അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എത്ര അടയ്ക്കേണ്ട സമയം കഴിഞ്ഞു. സ്വിച്ച് ഓഫ് ചെയ്യണമെന്നൊക്കെ അവിടെ എഴുതി കാണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, പലരും സ്വിച്ച് ഓഫ് ചെയ്യത്തില്ല. അവിടെ ഇരുന്നുകൊണ്ടൊക്കെ നമ്മൾ വർത്തമാനം പറയാൻ തോന്നും. നമ്മൾ എവിടെ ആയിരിക്കുന്നത്? ഈവിൽ ബോഡിക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുക്കാതെ വന്നു നമ്മുടെ ശരീരങ്ങളെ ദൈവസന്നിധി യാഗമാക്കണം. ശരീരങ്ങളെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ ബോഡിയും എന്റെ സ്പിരിറ്റും എന്റെ സോളും 3 ഞാൻ ദൈവസന്നിധിയിൽ ആരാധിക്കാം. അപ്പോഴാണ് ആരാധനയാകുന്നത്. അല്ലെങ്കിൽ അത് ആരാധനയാകത്തില്ല. നമ്മുടെ ചിന്തകൾ മറ്റൊരിടത്തും പോകരുത്. നമ്മുടെ ഏകാഗ്രത മറ്റൊരിടത്തും പോകരുത്. നമ്മൾ അലക്ഷ്യമായി ആരാധനയ്ക്ക് ഇരിക്കരുത്. നമ്മൾ എവിടെ ആയിരിക്കുന്നു? ചിലരുണ്ട് ആടി വയ്ക്കുന്നുണ്ട്, ചവച്ചോണ്ടിരിക്കുക. ആരാധനയ്ക്ക് ഒന്നും വെളുക്കവും വായിലിട്ട് ചവച്ചോണ്ടിരിക്കുക, കോടതി കയറി ചവച്ചോണ്ടിരിക്കുക. ഇതാണ് സായിപ്പിന്റെ TV കണ്ടതാ. ഏതോ പ്രോഗ്രാം സായിപ്പിനെ കണ്ടപ്പോ അവിടെ സായിപ്പ് തിന്നോണ്ടിരിക്കുന്നത്. അവന് ഒരെണ്ണം വായി എടുത്തോണ്ട് പോകും. ഒറ്റ ഒരെണ്ണം ആരാധനയ്ക്ക് ഇതൊന്നും ചവച്ചോണ്ട് കയറി ഇരിക്കരുത്. നമ്മൾ ഇരിക്കുമോ? നമ്മളൊരു ഓഫീസിൽ ചെന്ന് അങ്ങനെ ചെയ്യുമോ? അതിനേക്കാളൊക്കെ എത്രയോ വലിയവനാ ദൈവസന്നിധി വന്നിരിക്കുന്നത്. രാജാതി രാജാവിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ നമുക്ക് അങ്ങനെ ഇരിക്കാൻ തോന്നുമോ? നീ അതൊക്കെ ചവച്ചോ, പക്ഷെ വെളി തുപ്പിക്കളഞ്ഞു പോവാ. അതൊന്നും ചവയ്ക്കണ്ടെന്നല്ല, പക്ഷെ ദൈവസന്നിധിയിലോട്ട് കയറുമ്പോൾ ഒരു വലിയ ഭയം നമുക്കുണ്ടാകും. എന്റെ ജനത്തെ ഞാൻ എന്നെ ആരാധിപ്പാൻ വിളിച്ചിറക്കുന്നു. ദൈവം എന്തിനാ എന്നെ വിളിച്ചെന്നറിയാമോ? തന്റെ രാജ്യത്തിൽ കൊണ്ടുപോകാൻ, തനിക്ക് ശുശ്രൂഷ ചെയ്യാൻ, തനിക്ക് ഉത്സവം ആചരിക്കാൻ, തന്റെ സന്നിധി സന്തോഷിക്കാൻ. എന്തിനാ ദൈവം എന്നെ വിളിച്ചിറക്കിയത്? തന്നെ ആരാധിക്കാൻ, ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവം നമ്മളെ വിളിച്ചിറക്കി.
ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കണം. നിങ്ങളെ ആര് വിളിച്ചു? നിങ്ങളെ എവിടെ നിന്ന് വിളിച്ചു? നിങ്ങളെ എവിടേക്ക് വിളിച്ചു? ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം വളരെ ഈസി ആയിരിക്കും. ഒരു പ്രയാസമില്ലാതെ തന്റെ രാജ്യത്തിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കും. നമ്മുടെ കുറ്റങ്ങളെ നമുക്ക് ഓർക്കാം. ദൈവസന്നിധിയിൽ അലക്ഷ്യമായിരുന്നിട്ടുള്ളത്, ദൈവസന്നിധിയിൽ അച്ചടക്കമില്ലാതെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാതിരുന്നിട്ടുള്ളത്, ഞാൻ എവിടാ ഇരിക്കുന്നത്, ഞാൻ ആരോടാ സംസാരിക്കുന്നത്, ഞാൻ ആരെ ആരാധിക്കുന്നു എന്നുള്ള ബോധം നഷ്ടപ്പെട്ടു പോകുന്ന മണ്ഡലം പറയുകയാണ്, എന്റെ ജനത്തെ വിട്ടുതരിക. ദൈവം അവരോട് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൽ പോകാൻ അവരെ വിട്ടുതരിക. ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാനുള്ളവർ അവരെ വിട്ടുതരിക. ഇനി നിനക്ക് അടിമത്തത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അവർ പുറത്തു വരേണ്ട സമയമായി. 400 വർഷം അവർ അടിമകളായി കിടക്കുമെന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ സമയം കഴിഞ്ഞാൽ പുറത്തു വന്നേ പറ്റത്തുള്ളൂ. പിശാചേ, ഇനി നിനക്ക് പാരമ്പര്യത്തിന്റെ ചങ്ങലയിട്ട് ജനത്തെ ദേശത്ത് ബന്ധിച്ചു വെക്കാൻ പറ്റത്തില്ല. സമയത്തിന്റെ കാഹളം ഊതി കഴിഞ്ഞു. ജനം പുറത്തു വരട്ടെ. ജനം പുറത്തു വരട്ടെ. ദൈവം നിന്നെ കണ്ടിരിക്കുക. ദൈവം നിന്നെ വിളിച്ചിരിക്കുക. ഇനി നിനക്ക് മടിച്ചിരിക്കാൻ പറ്റത്തില്ല. നിന്റെ സ്ഥിതി മാറ്റാൻ ദൈവത്തിന് കഴിയും. നിന്റെ പേര് മാറ്റാൻ ദൈവത്തിന് കഴിയും. നിന്റെ അവസ്ഥ മാറ്റാൻ ദൈവത്തിന് കഴിയും. ചുങ്കസ്ഥലത്തിരുന്ന ഒരു ലേവിയെ ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു സുവിശേഷത്തിന്റെ ഉടമയാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ നിന്നിൽ സംഭവിക്കാൻ പോകുന്നത് ലോകത്താരും കാണാത്ത കാര്യങ്ങളാ. ലോകത്താർക്കും പ്രവചിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ലോകത്താരും സ്വപ്നം കാണാത്ത കാര്യങ്ങൾ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വിളി തിരിച്ചറിയുക. ഉന്നതനായ ദൈവമായ എന്നെ വിളിച്ചത്. പലപ്പോഴും ദൈവത്തിന്റെ വിളി എന്റെ മേലുണ്ട് മാസ്റ്റർ. ഞാനത് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ്. പക്ഷേ പല കാരണങ്ങൾ പറഞ്ഞ് ഞാനിങ്ങനെ അറച്ചു നിൽക്കുകയാണ്. എന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ വേണം. എനിക്ക് ദൈവത്തിന്റെ വിളി അനുസരിച്ച് മുൻപോട്ട് പോകണം. ലോകത്താരെ ഭയപ്പെടാതെ ദൈവത്തിന്റെ വിളിയെ ഞാൻ ഭയപ്പെടുന്നു. ആര് തയ്യാറാകും? ആരോടാ ദൈവം സംസാരിച്ചത്? ആരോടാ ദൈവം ഇടപെട്ടത്? അത് നിങ്ങൾക്കറിയാം. കേട്ട നിങ്ങൾക്കറിയാം. നിങ്ങൾ പല രാത്രികളിലും അവന്റെ ശബ്ദം കേട്ടത്. നിങ്ങൾ പോലും അതിശയിച്ചിട്ടുണ്ട് ആ ശബ്ദം കേട്ടത്. പക്ഷെ ഇനി നിങ്ങൾക്ക് ആ ശബ്ദത്തിന് മുമ്പിൽ മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. ദൈവത്തിന് വലിയ പദ്ധതി നിങ്ങളെ കുറിച്ചുണ്ട്. ആ വിളിയുടെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ, പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുള്ളവർ എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമോ? നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഉയർത്തിയ കരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. വിചാരിക്കരുത്. ദൈവം നിങ്ങളോട് ഇടപെട്ടെന്ന് വ്യക്തമായി അറിഞ്ഞാൽ ഇനി മോശയെ മുൾപ്പുറപ്പ് കത്തുന്ന ഓടാൻ പറ്റത്തില്ല. എന്റെ പരിശുദ്ധനായ ദൈവമേ, എന്റെ സ്വർഗസ്ഥനായ പിതാവേ, ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്ന ഇവരെ ഇനി ഫറവോന് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇനി അവർ അടിമത്തത്തിലാകാൻ പറ്റത്തില്ല. അവരുടെ മേലുള്ള സകല അടിമത്തത്തിനും യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറാൻ കഴിയില്ല. അവർ സ്വതന്ത്രരാകട്ടെ, ഫലപ്രദമായുള്ളവരായി മാറട്ടെ. ദൈവസഭയ്ക്ക്, ദൈവനാമത്തിന്, ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായി തീരട്ടെ. ദൈവത്തിന്റെ വിളിക്കായിട്ട് ഇനി മുന്നോട്ട് തന്നെ, പിന്നോട്ടില്ല എന്നുള്ള ധൈര്യം അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്കായി സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന നന്മ, ദൈവം അവർക്കായി ഒരുക്കി വച്ചിരിക്കുന്ന അവർക്കായി വെളിപ്പെട്ടു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലുള്ളവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നീതിമാനുമായ സ്വർഗ്ഗീയ പിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയങ്ങൾ അങ്ങയുടെ പാദപീഠം ചേർന്ന് വരുന്ന കർത്താവേ, ഈ ഭവനത്തിൽ വെച്ച് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടുന്ന് ഒരുക്കിയത് ഓർത്ത് സ്തോത്രം. അങ്ങയുടെ ശ്രേഷ്ഠദാസനിൽ കൂടി കൽപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം.
നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ആദ്യം ഉറപ്പാക്കുക എന്നുള്ള ദൈവീയ സന്ദേശം ഇന്നു രാത്രികാലം ഞാൻ കൂടി വന്ന ജനത്തോട് കഥാവ് അരുളി ചെയ്തല്ലോ. അനേക വിഷയങ്ങൾ ദൈവത്തിന്റെ ചില വ്യക്തി ജീവിതങ്ങൾ ആ വിളിയും തെരഞ്ഞെടുപ്പും